ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജിത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മുടെ രാജ്യത്തെ വളരെ പ്രസിദ്ധനായ ഒരു മതഗുരുവാണ്. പ്രസിദ്ധനായ പുരാണം പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. പുരോഗമനവാദിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോക പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ലോകത്തുള്ളവർ ബാഗേശ്വർ സർക്കാർ എന്നാണ് വിളിക്കുന്നത്. വരും നമുക്ക് സ്വാഗതം ചെയ്യാം പണ്ഡിറ്റ് ധീരൻ കൃഷ്ണ ശാസ്ത്രിയെ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജി പ്രസിദ്ധനായ വക്കീലായ അശ്വിനി ഉപാധ്യായാണ്. ഇദ്ദേഹം PILന്റെ ഒരു എക്സ്പെർട്ടാണ്. 250-ൽ കൂടുതൽ PI ഫയൽ ചെയ്തിരിക്കുന്നു. നമുക്ക് ആപ്കി അദാലത്തിന്റെ ജഡ്ജിയായ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശരി, വാദം തുടങ്ങാം. വരൂ, നമുക്ക് ഇന്നത്തെ വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം പണ്ഡിറ്റ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയുടെ മേലുള്ളത്. ആപ്കി അദാലത്തിൽ ബാഗേശ്വർ ധാമിന്റെ പ്രമുഖനായ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് കുസൃതി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഈ ശാസ്ത്രി എന്ന് പറയുന്നവർ കഥ പറയാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെയധികം സാധുക്കളായ ആൾക്കാരാണ്. പക്ഷേ താങ്കൾ കുറച്ച് കുസൃതിക്കാരനാണ്. വളരെ ചുറുചുറുക്കുണ്ട്. വിമർശനങ്ങളിൽ പോയി വീഴാറുണ്ട്. എന്തിന്, താങ്കളുടെ ഭക്തരോട് പോലും താങ്കളുടെ കുസൃതി കുറച്ച് കൂടുതലാണ്. ജിസ്കി മസ്തി ജിന്ദാ ഹൈ ഉസ്കി ഹസ്തി ജിന്ദാ ഹൈ വർന ജബർദസ്തി ജിന്ദാ ഹൈ. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആസക്തിയുമില്ല, വിരക്തിയുമില്ല, മോഹങ്ങളുമില്ല, ഞാൻ സന്യാസിയുമല്ല. ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗാർഹസ്ഥ്യത്തിൽ നിന്നും മുക്തനാണ്. ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഓരോ മനുഷ്യന്റെയും പ്രകൃതം വ്യത്യസ്തമായിരിക്കും. ഗുരുക്കന്മാർ സ്വാഭാവികമായും ഗൗരവത്തോടെ ഇരിക്കണം, നല്ല ചുറുചുറുക്കുണ്ടാവണം. അതുപോലെ ജീവിതം വളരെ സന്തോഷത്തോടെ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. എനിക്കൊരാശങ്കയുമില്ല. സാധാരണ ജനങ്ങൾക്ക് പല ടെൻഷനും ഉണ്ട്, പക്ഷേ ഞാൻ ടെൻഷൻ അടിക്കാറില്ല. എന്നാലും ചിലരെയൊക്കെ ഞാൻ ടെൻഷനാക്കും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ കുസൃതിയും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചതാണോ അതോ കുട്ടിക്കാലം മുതലേ ഇങ്ങനെയായിരുന്നു? ജനിച്ചപ്പോഴേ ഇങ്ങനെയാ. കഴിഞ്ഞ ജന്മത്തെപ്പറ്റി എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിലും ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. പക്ഷേ ഇതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുവിൻ്റെ അടുത്തു നിന്നൊരു കാര്യം പഠിച്ചിരുന്നു. അദ്ദേഹം പറയും, സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ. അവിടെയല്ലേ സീരിയസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. ജീവിതമെന്നാൽ ഒരു പോരാട്ട കഥയാണ്. അതൊരു മനോഹരമായ കാവ്യം കൂടിയാണ്. സോ ജീവിക്കുമ്പോൾ തുറന്ന മനസ്സോടെ ജീവിക്കണം. അതെങ്ങനെയാണെന്നാൽ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളൊരു തുറന്ന പുസ്തകം പോലെ തോന്നണം, ആർക്കും വായിക്കാവുന്ന ഒന്ന്. കുട്ടിക്കാലത്ത് താങ്കൾ ഇതുപോലെ കുസൃതിയൊക്കെ കാണിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് നല്ല വഴക്കം കിട്ടിക്കാണുമല്ലോ. എൻ്റെ ടീച്ചർ വളരെ സ്നേഹമുള്ളവരായിരുന്നു. കുട്ടിക്കാലം മുതലേ ഹനുമാന്റെ അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഗുരുക്കന്മാരെയും എനിക്ക് കിട്ടി. പിന്നെ ഒരു അത്ഭുതകരമായ കാര്യം, ഞാൻ ഈ ലോകത്ത് വെച്ച് തന്നെ വളരെ വ്യത്യസ്തനായ സ്റ്റുഡന്റാണ്. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ തന്നെ എനിക്ക് സിദ്ധി കിട്ടിയ ശേഷം എനിക്ക് ഭക്തന്മാരാക്കാൻ കഴിഞ്ഞു. അവരെ ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നല്ലേ? അതെ, അങ്ങനെയും പറയാം. അതായത് നോക്കുകയാണെങ്കിൽ അവർക്കുള്ളിൽ തന്നെ ബോധോദയം ഉണ്ടായി. അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ സ്റ്റുഡന്റ് ആയിരുന്നു എന്നത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, എന്നാലും അങ്ങ് ഞങ്ങൾക്ക് മന്ത്രദീക്ഷ തരണമെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ അവരെ നോക്കി SR എന്ന് പറഞ്ഞു, ഇപ്പൊ അവരെന്നെ നോക്കി ഗുരുജി എന്ന് പറയുന്നു. ഇപ്പൊ അവർക്ക് എന്നെ അനുഗ്രഹിക്കുന്ന ശിഷ്യനെന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, നന്ദിയുണ്ട് എന്നേ പറയാൻ പറ്റൂ. കുട്ടിക്കാലത്ത് താങ്കൾ ശരിക്കും കഷ്ടപ്പെട്ടതായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ പലതും ഫേസ് ചെയ്തൊന്നും കേട്ടു. എൻ്റെ കുസൃതികൾക്കൊക്കെ ഇതും ഒരു കാരണമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളെയും ഒരുപാട് കുറവുകളെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. സംഘർഷങ്ങൾ ഉണ്ടാവണം, അത് മോശമൊന്നുമല്ല. ഒരാൾ ഇന്ന് പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ദുഃഖങ്ങളായിരിക്കും അയാളെ വളർത്തിയത്. ആരാണോ ഇന്ന് നക്ഷത്രം പോലെ ജ്വലിക്കുന്നത്, ഒരു കാലത്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇരുട്ട് വളരെയധികം ഉണ്ടായിരുന്നിരിക്കും. പിന്നീടായിരിക്കും വെളിച്ചം കടന്നു വന്നിട്ടുണ്ടാവുക. ഞാൻ ഇതുവരെ, അതായത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ സന്ധിച്ച പ്രശ്നങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു.
വീണ്ടും അത്തരം വിഷമഘട്ടങ്ങളെ നേരിടാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചാലും അവ തടയാൻ സാധിക്കാറില്ല. അതെങ്ങനെയൊക്കെയോ പുറത്ത് കടക്കുന്നു. എന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആഹാരത്തിന് പോലും വകയില്ലായിരുന്നു. ഉടുക്കാൻ മതിയായ വസ്ത്രങ്ങളില്ലായിരുന്നു. ഒരേ വസ്ത്രം തന്നെ 2-3 തവണ ഇടുമായിരുന്നു. ആഹാരത്തിനു വേണ്ടി വീടുകൾ തോറും കയറി ഭിക്ഷ എടുത്തിരുന്നു. എവിടുന്നെങ്കിലും കുറച്ച് അരി കിട്ടും, എവിടുന്നെങ്കിലും കുറച്ച് മാവ് കിട്ടും. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരും. എനിക്കൊരു അനിയത്തിയും ഒരു അനിയനും ഉണ്ട്. ഞാനായിരുന്നു വീട്ടിൽ മൂത്തവൻ. അച്ഛനൊന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പല ഗ്രാമങ്ങളിലൂടെ പല വീടുകൾ കയറി കഷ്ടപ്പാടിനെ നേരിട്ടു. എനിക്കതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്റെ ഗ്രാമത്തിലൊരാൾ, അതായത് എന്റെ അയൽവാസി, അദ്ദേഹം ഒരു ട്രാക്ടർ വാങ്ങി. അദ്ദേഹം അന്ന് 1 രൂപ ദിവസക്കൂലിക്ക് എന്നെ അവിടെ ജോലിക്കെടുത്തു. അത് സമയം എഴുതി വയ്ക്കുന്ന ജോലിയായിരുന്നു. ട്രാക്ടർ വയലിലേക്ക് പോവുകയാണെങ്കിൽ അത് എത്ര നേരം ഓടി അതൊക്കെ എഴുതണം. ഏത് വയലിലാണ് എത്ര നേരമാണ് ഓടിയതെന്നൊക്കെ. എനിക്ക് നന്നായി എഴുതാനും വായിക്കാനും അറിയാവുന്നതുകൊണ്ട് അന്ന് ആ ജോലി എനിക്ക് കിട്ടി. സോ അതൊക്കെ എഴുതി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിൽ 1 രൂപ തരും. അന്നൊരു ചെറിയ പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവും. അതിൽ നിന്ന് 2 ബിസ്ക്കറ്റ് എൻ്റെ അനിയത്തി എടുക്കും, 1 ബിസ്ക്കറ്റ് എൻ്റെ അനിയൻ എടുക്കും. അത് അവരിരുന്ന് കഴിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അതുപോലെ ഖജുരാഹോ എന്ന പേരുള്ള ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അടുത്ത് ഉത്സവങ്ങളൊക്കെ നടക്കും. അതിനൊന്നും പോകാൻ സാധിക്കാറില്ല. അമ്മയുടെ അടുത്ത് പറയും ബാക്കിയുള്ള പിള്ളേരൊക്കെ പോകുമ്പോൾ ഓരോന്ന് വാങ്ങിയിട്ടാണ് വരുന്നത്, പഴം വാങ്ങുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല, ആരും കടവും തരില്ല. ഇതുപോലെ പല പ്രതിസന്ധികളെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇന്ന് ഈ ഭാഗ്യേശ്വറിനുള്ള തിളക്കം മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. ഭാഗ്യേശ്വർ സ്വാമികൾ, കോസ്റ്റ്ലി ചാർട്ടേഡ്, പിന്നെ കാറൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്ന ഇരുണ്ട രാത്രികളെ ഞാൻ ഇന്നും മറന്നിട്ടില്ല. എന്റെ ഉള്ളിലെ ബാല്യം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞാനതിനെ അടക്കി നിർത്തിയിരിക്കുകയാണ്. അത് വേറെ ആരും അടക്കി നിർത്തിയതല്ല. അത് ഞാൻ തന്നെ സ്വയം ചെയ്തതാണ്. എന്റെ അനിയനു വേണ്ടി, അനിയത്തിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടി, ഹിന്ദുത്വയ്ക്ക് വേണ്ടി. ഇപ്പോ ഇവിടെ വന്നതോടെ കുറച്ച് അറിവ് വളർന്നു. അതുകൊണ്ടിപ്പോൾ ചില സമയങ്ങളിൽ ആ ദിവസങ്ങളെ കാണാൻ ആഗ്രഹം തോന്നാറുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ തോന്നും. ചില സമയത്തൊക്കെ കളിച്ച് വെറുതെ അടിപിടിയൊക്കെ ഉണ്ടാക്കാനും തോന്നാറുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ തലകുനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഞാൻ ഒരിക്കലും ചെയ്യില്ല. അതായത് ഇതുപോലത്തെ ചെറിയ ചെറിയ കുസൃതികൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ താങ്കളുടെ ജീവിതം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. അനന്ത് അംബാനിയുടെ വിവാഹത്തിന് വേണ്ടി താങ്കൾ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ്. നിങ്ങളെന്നെ ആപ്കി അദാലത്തിലേക്ക് ക്ഷണിച്ചു, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. പക്ഷെ നിങ്ങൾ എനിക്ക് ചാർട്ടേഡൊന്നും അയച്ചില്ല കേട്ടോ, അത് വേറെ കാര്യം. അത് നിങ്ങളുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമൊന്നുമല്ല. ഞാൻ ആര് ക്ഷണിച്ചാലും പോകും. ഞാനൊരു സാധുവാണ്, സ്നേഹമുള്ളവനാണ്. അവർ ചെയ്ത കാര്യം വളരെ അപൂർവമായ ഒരു കാര്യമാണ്. അവർ പവിത്രമായ വിവാഹത്തെ അഥവാ മാംഗല്യത്തെ ഉത്സവം പോലെ മഹോത്സവം പോലെ മാറ്റി സനാതന ധർമ്മപ്രകാരം ആഘോഷിച്ചവരാണ്. ഈ രാജ്യത്ത് ഒരുപാട് പണക്കാരുണ്ട്. പക്ഷെ എങ്ങനെയുള്ള പണക്കാരനായിരിക്കണമെന്നാൽ അതിൽ സാധുവും ഉണ്ടാവണം, രാജ്യത്തിന്റെ തലവനും ഉണ്ടാവണം, രാജ്യത്തെ കലാകാരന്മാരുണ്ടാവണം, സന്യാസിമാരുണ്ടാവണം, മഹാന്മാരുണ്ടാവണം, മര്യാദയുണ്ടാവണം, വരവേൽപ്പുണ്ടാവണം, ഉത്സവം ഉണ്ടാവണം, ആഘോഷവും ഉണ്ടാവണം. ഈ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്കതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എന്നോട് വരണമെന്ന് പറഞ്ഞു. എനിക്ക് ഫോൺ ചെയ്തു. ഞാൻ വരുന്നത് വരെ കല്യാണ വേഷം അണിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയയിലാണുള്ളത്, കഥാ പ്രോഗ്രാമൊക്കെ ഉണ്ട്, അത് സ്റ്റോപ്പ് ആവും, ദക്ഷിണ കിട്ടില്ല, അങ്ങനെ പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു കഥയ്ക്ക് പോകേണ്ട അന്ന് തന്നെ നിങ്ങളെ തിരിച്ചയക്കാമെന്ന്. അതെങ്ങനെ നടക്കുമെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു. അവരൊരു വലിയ ലോറി പോലെ ഒന്ന് അയച്ചു. ഞാൻ ഈ വലിയ വിമാനങ്ങൾക്കൊക്കെ ഇട്ട പേരാണ് കേട്ടോ ലോറി. അവരെനിക്കായി വലിയൊരു ലോറി തന്നെ അയച്ചു. ഞാനതിൽ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടു വന്നു. അതിനകത്ത് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു അത്ഭുത വിമാനമായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആരെന്നെ ക്ഷണിച്ചാലും ഇതുപോലെ ഒരു വലിയ വിമാനം അയക്കണേ എന്ന്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പം അങ്ങനെ ഒരു വിമാനം അയച്ചില്ല, അത് നിങ്ങളുടെ തെറ്റാ. പിന്നെ താങ്കളെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി റോൾസ് റോയ്സ് അയച്ചിരിക്കുക. അത് 2ാമത്തെ തവണ വന്താരയ്ക്ക് പോയിരുന്നപ്പോ. അത് അന്ന് വന്താരയിൽ പോയിരുന്നപ്പോൾ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊരു അനുഷ്ഠാന പരിപാടിയായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ അതുവരെ റോൾസ് റോയ്സ് എന്ന പേര് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിൽ കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒന്നും തന്നെ എന്റെ തറവാട്ട് സ്വത്തല്ല. കിട്ടുന്നതാണ്, കുറച്ചു നേരത്തേക്ക് കിട്ടുന്നതാണ്. ഈ ലോകത്ത് നമ്മളെല്ലാവരും വിരുന്നുകാരെ പോലെയല്ലേ. വന്നവരൊക്കെ ഒരു നാൾ തിരിച്ചു പോകണം. ഇവിടെ ആരും ശാശ്വതമായി നിൽക്കില്ല. അതുപോലെ ഞാനൊരു വിരുന്നുകാരനാണ്. അവര് ക്ഷണിക്കുന്നു, ഗുരുജി ഇതിലിരുന്നോണ്ട് വരൂ എന്ന് പറയുന്നു. ആളുകൾക്ക് എന്താണോ സന്തോഷം കൊടുക്കുന്നത്, അതായത് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവർക്ക് ആ ഒരു കാര്യത്തിൽ, അതായത് എന്നെ അങ്ങനെ ഇരുത്തുന്നതിലൂടെ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്റെ കഥകളൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് വേണ്ടി റോൾസ് റോയ്സ് അവർ അയച്ചു. ഞാനും അതിനകത്ത് കയറി ഇരുന്നു. ഡോറാണെങ്കിൽ തലകുത്തനെ തുറക്കുന്നു. പക്ഷേ താങ്കൾ ഏതൊക്കെ സ്റ്റൈലിലാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചില ഫോട്ടോസ് ഞാനിപ്പോൾ ഇവരെ കാണിക്കാൻ പോവുകയാണ്. കാണിച്ചോളൂ. അതായത് താങ്കളുടെ കണ്ണാടിയും ജാക്കറ്റും എല്ലാം തന്നെ ബ്രാൻഡഡ് ആണല്ലോ. ഇതിനെക്കുറിച്ച് പല വിമർശനങ്ങളും ഉണ്ട്. അല്ല, ഒരുപാടുണ്ട്.
വേറെ ചിലത് ലോ ക്വാളിറ്റിയിലാണ് ഉള്ളത്, 60 രൂപയ്ക്കൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഒരുപാടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരാണ്. അത് അവരുടെ സന്തോഷത്തിന് വേണ്ടി ആദ്യം തന്നെ ശിഷ്യന്മാരുണ്ട്, ദീക്ഷിത ശിഷ്യന്മാരുണ്ട്, അവരുടെ കൊച്ചുകുട്ടികളെയും കൊണ്ടുവരാറുണ്ട്. അവർ പറയും, ഗുരുജി നിങ്ങളൊന്ന് ഇട്ട് കണ്ടാൽ ഞങ്ങൾക്ക് സന്തോഷമാവുമെന്ന്. ഞാൻ ഇട്ട് കാണിക്കും. എന്നെ സംബന്ധിച്ച് ഇതൊന്നും മോശം കാര്യങ്ങളല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ ഇനിയും സന്യാസം സ്വീകരിച്ചിട്ടില്ല. ഞാൻ സാധുവുമല്ല. ഞാൻ സാധുവല്ലെന്നുള്ള വിളംബരവും ഞാൻ ചെയ്യാറില്ല. ഇതിടുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഈ രാജ്യത്ത് ലൈംഗിക അതിക്രമങ്ങൾ ചെയ്യുന്നവർ വരെ കോടിക്കണക്കിന് രൂപയുടെ വീടുകൾ സ്വസ്ഥമായി കഴിയുന്നു. അങ്ങനെയുള്ള പല ആളുകളും പല മില്യൺ രൂപയുടെ ആഡംബര കാറുകൾ വെച്ചിരിക്കുമ്പോൾ, അതുപോലെ തന്നെ രാജ്യദ്രോഹം ചെയ്യുന്നവർ, അഴിമതിയും കൈക്കൂലിയും ശീലമാക്കിയവർ ഈ രാജ്യത്ത് വലിയ വലിയ ബംഗ്ലാവും വലിയ കാറുകളും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു സാധുവിന് ആരോ കൊടുത്ത ഒരു കണ്ണാടി ഇട്ടാ അതിലെന്ത് തെറ്റാണുള്ളത്? ഇത് രാജ്യദ്രോഹമൊന്നും അല്ലല്ലോ. പറയൂ. എനിക്ക് അതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല, അതുപോലെ വിരക്തിയുമില്ല, പ്രതീക്ഷകളുമില്ല, അതുപോലെ എതിർപ്പുമില്ല. എനിക്ക് ഗ്ലാസ് കിട്ടണമെന്ന് യാതൊരു താല്പര്യവുമില്ല, അതുപോലെ റോൾസ് റോയ്സിനും എനിക്ക് താല്പര്യമില്ല. ഞാൻ കാളവണ്ടിയിലും യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ആരും പറയില്ലല്ലോ. ഞാൻ മഹാരാഷ്ട്രയിൽ വെച്ച് കാളവണ്ടിയിൽ കയറിയിട്ടുണ്ട്. അതൊരു ചതുപ്പ് നിലമായിരുന്നു. അവിടെ വണ്ടിക്ക് പോകാൻ സൗകര്യം തീരെയില്ലായിരുന്നു. അതുകൊണ്ട് കാളവണ്ടിയിലാണ് പോയത്. അതാരും തന്നെ വാർത്തയാക്കിയില്ലല്ലോ. ഞാൻ സൈക്കിളിൽ കയറി പോയിട്ടുണ്ട്. അതൊന്നും ആരും വാർത്തയാക്കില്ലല്ലോ. ഈ രാജ്യത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും ചർച്ചയാക്കിയില്ല. പക്ഷെ ഞാൻ ഗ്ലാസ് ധരിച്ചതും ജാക്കറ്റ് ധരിച്ചതും ഒക്കെ എല്ലാവരും ചർച്ചയാക്കി. ഇതിന് കാരണം താങ്കളുടെ കഥയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാ, लगा के आग दौलत में हमने ये शौक पाला। हमने शौक पाले हैं और कोई पूछे तो कह देना कि बागेश्वर वाले हैं। हाँ, അതുകൊണ്ട് താങ്കൾ മറ്റുള്ളവരുടെ സ്വത്തിലാണ് തീ വെക്കുന്നത്. അല്ല, ആദ്യത്തെ കാര്യം लगा के आग दौलत, लगा के आग शोहरत में, लगा के आग दौलत में हमने ये शौक पाले हैं। कोई पूछे तो कह देना हम बागेश्वर वाले हैं। പറയാ, ഇതിന്റെ അർത്ഥം അണിയാം, പക്ഷെ നമ്മുടെ സ്വന്തമല്ല. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇത് എന്റേതല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷെ നമ്മുടെ സ്വന്തമല്ല. എല്ലാം താൽക്കാലികമാണ്. കിട്ടിയാൽ അത് വെൽക്കം, പിന്നെ പുതുതായി വന്നാൽ തിരക്ക് കുറയും. ഇപ്പോൾ വാർത്തയിൽ പറയുന്നത് നിങ്ങളുടേത് നിങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്നു. നമ്മുടെ സ്വന്തമായിട്ട് എന്താ ഉള്ളത്? അതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. നമുക്ക് മറ്റൊരാളുടെ വികാരങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഒരാൾ വലിയ ഭക്തിയോടെ വന്നതായിരിക്കും, അവരുടെ വികാരത്തെ നമുക്ക് വേദനിപ്പിക്കാനാവില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് പേർ വരും. അവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കാതെ നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം. ആ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ഞാൻ. ശിഷ്യരുടെ സന്തോഷം തന്നെയാണ് ഗുരുവിന്റെ സന്തോഷവും. പരമാത്മാവിന്റെ സന്തോഷമാണ് ഒരു ഭക്തനും സന്തോഷം പ്രദാനം ചെയ്യുക. സാധുക്കളുടെ സന്തോഷം എന്തിലാണോ ഉള്ളത്, സാധാരണക്കാരന്റെ സന്തോഷം അതാണ്. അപ്പോൾ താങ്കൾ ലണ്ടനിലും ദുബായിലും ഒക്കെ ആരെ സന്തോഷപ്പെടുത്താനാണ് പോകുന്നത്? അത് ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാനാണ് പോകുന്നത്. അവിടെയുള്ള നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനായി, അവിടങ്ങളിൽ ജീവിക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളെ സന്തോഷിപ്പിക്കാനായി, അതുപോലെ അവിടെയുള്ള ഇംഗ്ലീഷുകാരെ ആകർഷിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലും വരുന്നു, ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലും വരുന്നു. വരൂ സഹോദര, വെൽക്കം ടു യു. ഇതിലൊക്കെ എന്ത് തെറ്റാവുള്ളത്? എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. ഞാൻ ഇനിയും പോകണം, സാധു പോകണം. അപ്പോഴേ നമ്മുടെ പാരമ്പര്യത്തിന് അവിടെ പ്രചാരം ലഭിക്കൂ, നമ്മുടെ സംസ്കാരം പ്രചരിക്കൂ. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ചിന്തകൾ വേണമെങ്കിൽ പുതിയതായിരിക്കാം, പക്ഷേ സംസ്കാരം എന്നും പഴയതായിരിക്കും. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരുന്നു. ലണ്ടനിൽ ഒരു ബാത്റൂമിൽ താങ്കൾ കുറേ നേരം കുടുങ്ങിപ്പോയെന്ന്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എവിടുന്നാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അത് ഞാനൊരു ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. ആദ്യമായി ലണ്ടനിലേക്ക് പോയപ്പോൾ അതൊരു 9 മണിക്കൂർ വിമാനയാത്രയായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു, പ്രത്യേകിച്ച് കഴിക്കുന്ന കാര്യത്തിൽ. വളരെ ശ്രദ്ധിച്ച് കഴിക്കണമായിരുന്നു. ഇംഗ്ലീഷും അറിയില്ല, പക്ഷേ ആളുകളോട് സംസാരിക്കാൻ വേണം, അതൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പഠിച്ചു. ആ ഒരൊറ്റ വാക്ക് മാത്രം പഠിച്ചുകൊണ്ട് ഞാൻ ആ രാജ്യം മുഴുവനും കറങ്ങി. ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഞാൻ പോയി ലണ്ടനിൽ ഇറങ്ങിയതും അവിടെ ഹിത്രോയിൽ ഒരു സ്ഥലമുണ്ട്, ബാമിലി. അവിടെ ബാമിലിയിൽ കുറച്ച് ശിഷ്യന്മാരെന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. ആരോഗ്യം എണീച്ചു, ഞാൻ അവരെ അനുഗ്രഹിച്ചു. അവരവരുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആദ്യമായിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയത് അന്നായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് വിദേശത്ത് പോയതും അന്ന് തന്നെയാണ്. ഞാൻ ആ വീട് നോക്കി, മരം കൊണ്ടുണ്ടാക്കിയ സുന്ദരമായൊരു വീട്. മൊത്തത്തിൽ മനോഹരമായിരുന്നു. അവർ താഴെ കാർപ്പറ്റൊക്കെ ഇട്ടിരുന്നു. മനോഹരമായ വീട്, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തുണി അഴിച്ച് അകത്തേക്ക് പോയതും അകത്ത് വലിയ പ്രശ്നമായി. കാരണം അവിടെ പൈപ്പ് ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല ടെൻഷനായി. വസ്ത്രം അഴിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ അവിടെ ടവലുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ അവിടെ മഗ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഗ്രാമവാസിയല്ലേ, വിദേശത്ത് ആ ഒരു ടിഷ്യൂ പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പ്രശ്നത്തിൽ പെട്ടു. ഒരു ബക്കറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കായിരുന്നു. പക്ഷെ വേറൊരു വലിയ പ്രശ്നം, അവിടെ വെള്ളവും വരുന്നില്ലായിരുന്നു. ഞാനാകെ ടെൻഷനായി. പെട്ടല്ലോ എന്ന് കരുതി അവിടെ അരമണിക്കൂർ ലേറ്റായി. എനിക്ക് തോന്നി ആ വീടിന്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന്.
അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ബട്ടൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ഞാൻ ആ ബട്ടൺ അമർത്തിയ ഉടനെ മേലെയുള്ള ഷവറിൽ നിന്ന് വെള്ളം പെയ്യാൻ തുടങ്ങി. അതും നല്ല ചൂടുള്ള വെള്ളം. എൻ്റെ കൈയൊക്കെ പൊള്ളിപ്പോയി. എനിക്ക് ഉറപ്പായി ചൂടുവെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉണ്ടാവുമെന്ന്. അങ്ങനെ വേറെ ഏതൊക്കെയോ ബട്ടൺ അമർത്തി അവസാനം നല്ല രീതിക്ക് കുളിച്ച് വന്നു. അപ്പോൾ ആ വീടിൻ്റെ മുതലാളി ചോദിച്ചു, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. ഞാൻ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അതായത് നിങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപ കൊണ്ട് വീടുണ്ടാക്കിയിട്ടും ഒരു 60 രൂപയുടെ ബക്കറ്റോ മഗ്ഗോ ഒന്നും വെക്കാൻ തോന്നുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. പിന്നീട് ഞാൻ എവിടെ പോവാണെങ്കിലും വെള്ളത്തിന്റെ ബോട്ടിൽ, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ കരുതിയിട്ട് പോവും. ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും അതും എടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ കാര്യം ഭംഗിയായി സാധിച്ചിട്ട് വരും. താങ്കൾക്ക് പിസ്സ കഴിക്കാൻ തന്നപ്പോഴും താങ്കൾ ഷോക്കായോ? ആ അതെ, പിസ്സ. ഓ, നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാലേ. പിന്നെ അവിടെ കഥ കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഇടപഴകി. ഞാൻ കഥ പറഞ്ഞ രീതി അവർക്ക് വളരെ ഇഷ്ടമായി. ദർബാർ കണ്ടതും ഹനുമാൻജിയുടെ പേര് പറഞ്ഞതും ഹനുമാൻജിയുടെ വാലനക്കിയ കഥ കേട്ടപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാർക്ക് നമ്മുടെ ശിഷ്യന്മാരായി. അവിടുത്തുകാർക്കൊക്കെ എന്നെ അങ്ങ് ഇഷ്ടമായി. ബാബ വളരെ നല്ല ആളാണ് എന്ന് പറഞ്ഞു. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ വരൂ ഗുരുജി, ലണ്ടനെ മുഴുവൻ ചുറ്റിക്കാണിക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ മഹാരാജ്ഞിയും ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. ത്യാഗിജി ഉണ്ടായിരുന്നു, അദ്ദേഹവും ഞങ്ങളുടെ കൂടെ വന്നു. നിങ്ങളെ ഇന്ന് പിസ്സ കഴിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മുന്നേ അത് കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളൊരു ഷോപ്പിൻ്റെ മുന്നിൽ ഇറങ്ങി. അവിടെ പിസ്സ ഹട്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇതിൽ ഹട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ ഹട്ടിൻ്റെ അർത്ഥം വീടാണ് എന്ന് എന്നോട് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് സായിപ്പുമാരെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. അവരിങ്ങനെ പിസ്സ പിടിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ കൈ മേലോട്ട് വലിച്ചു കഴിക്കും. അത് നല്ല വൈറ്റ് കളറിൽ, അതായത് നല്ല വെള്ള കളറിൽ എന്തോന്ന് അതിനിടയിൽ കണ്ടു. പിന്നെ ആ പിസ്സയുടെ പുറത്തെന്തൊക്കെയോ വിതറിയിരുന്നു. അതൊക്കെ ഞാൻ നോക്കി. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഈ കുട്ടികളുടെ മൂക്കിൽ നിന്ന് കഫ ഒഴുകില്ലേ, അതുപോലെ അപ്പൊ ഞാൻ അവരോട് ഇത് എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതാണ് പിസ്സ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ തണുപ്പ് കാലത്ത് എന്റെ നാട്ടിലെ പിള്ളേർക്കൊക്കെ മൂക്കൊലിപ്പ് വരാറുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് അതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക് എന്ന്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണത്തെ അപമാനിച്ചിട്ടില്ല. ഈശ്വര എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഭക്ഷണത്തെ അപമാനിക്കുകയല്ല, പക്ഷെ ഇതുവരെ എനിക്ക് ഈ പിസ്സ കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ അവിടെ വെച്ച് കഴിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, എന്നെ വിട്ടേക്ക്, ഞാൻ റൊട്ടിയും ദാലും കഴിച്ചോളാം. അങ്ങനെ ഞാൻ അത് കഴിച്ച് വിശപ്പടക്കി. അവിടെ ഓസ്ട്രേലിയയിൽ താങ്കൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിച്ചെന്നുള്ള ഒരു എക്സാമ്പിൾ എൻ്റെ പക്കലുണ്ട്. ആ വീഡിയോ ഇപ്പോൾ ജനങ്ങളെ കാണിക്കാൻ പോവുകയാണ്. Thank you, your family, your business, your work, your relative, all peoples. I'm praying Lord Hanuman and bless for you. Thank you so much. ഗംഭീരം ഗംഭീരം. सही गई, राइट हो गई हैं? अरे गजब. താങ്കൾ ഇംഗ്ലീഷ് വളരെ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ ചാൻസ് എന്ന് കരുതി അങ്ങ് സംസാരിക്കുക. എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ദൗർഭാഗ്യം ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് എന്തായാലും ഈ വീഡിയോ കാണും. അബ്കി അദാലത്ത് ഈ രാജ്യത്ത് തന്നെ വളരെ പ്രശസ്തമായ ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിലൊരു ദുർഭാഗ്യം അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലൊരു കുറവുണ്ടായിരുന്നു. പല കാര്യങ്ങളും പഠിച്ചു, അറിഞ്ഞു. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ആത്മീയതയും അറിഞ്ഞു. പലതും പഠിച്ചു. പക്ഷെ ഒരു കുറവ് മാത്രമുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞില്ല. ചില സമയത്ത് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഈ അടുത്തായിട്ട് ഞാൻ ന്യൂസിലാൻഡിൽ പോയിരുന്നു. അവിടെ പ്രധാനമന്ത്രി എന്നെ കാണാൻ വന്നു. എനിക്ക് വലിയ ടെൻഷനായി. 2-3 മണിക്കൂറോളം ഒരു കാര്യം എന്നെ ടെൻഷനാക്കി. അവരെന്നോട് സംസാരിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി നൽകും? നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? അവർ വന്ന ഉടനെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. വെൽക്കം 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 ബാഗേശ്വർ ബാബ, വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന്. വേറെന്ത് പറയാനാ, എനിക്കിത് മാത്രമേ അറിയൂ. പിന്നെ ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞു, സോറി ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ, ഞാൻ ചെയ്ത തെറ്റ് മറ്റു കുട്ടികൾ ചെയ്യാൻ പാടില്ല. വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിലും സാരമില്ല, സമ്പാദ്യം നൽകിയില്ലെങ്കിലും സാരമില്ല, വിദ്യാഭ്യാസം നിർബന്ധമായും കൊടുക്കണം. നിങ്ങൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ, കാശുള്ള വീട്ടിലേക്ക് നിങ്ങളുടെ മകളെ കെട്ടിച്ചയക്കാൻ പറ്റിയില്ലെങ്കിലും, നിങ്ങളുടെ മകന് വലിയ ബംഗ്ലാവ് പോലത്തെ വീട് കെട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ മകനായാലും മകളായാലും അവർക്ക് വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ മതി. അതുപോലെ പാരമ്പര്യവും സംസ്കാരവും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ പിൻബലത്തിൽ വീടും വാങ്ങാൻ പറ്റും, ഉന്നതങ്ങളിൽ എത്താനും പറ്റും. എന്നുവെച്ചാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല. എനിക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല എന്നും എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. രണ്ടുമുണ്ട്. അതിന് കാരണമുണ്ട്. നമ്മുടെ ഹിന്ദി ഭാഷയെയും നമ്മുടെ ഹിന്ദുത്വത്തെയും എപ്പോഴും പ്രചരിപ്പിക്കണം.
ഞാൻ മറ്റൊരു കാര്യം കൂടി കേട്ടിരുന്നു. താങ്കൾ മൗറീഷ്യത്തിൽ പോയ സമയത്ത് താങ്കൾ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും കണ്ട സമയത്ത് ഇംഗ്ലീഷിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കേട്ടു. അവിടെയും താങ്കൾ പ്രചാരം നടത്തി. അതെ, ഞാൻ മൗറീഷ്യസിൽ പോയിരുന്നപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും രണ്ടുപേരെയും കണ്ടുമുട്ടി. ആദ്യം പോയത് വേറൊരാവശ്യത്തിനായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് കാണണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. ഒരു ശിഷ്യൻ എന്നോട് പറഞ്ഞു, ഗുരുജി അങ്ങ് അവരെ ആശീർവദിച്ചാൽ നന്നാവുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പോവാന്ന്. എന്റെ മനസ്സിൽ ഒരാശങ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരോട് എങ്ങനെ സംസാരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഹനുമാനോട് പ്രാർത്ഥിച്ചു, നീ തന്നെ എല്ലാം ഭംഗിയായി നടത്തി തരണമെന്ന്. ഞാൻ എൻ്റെ ഗുരുവിനെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അത്ഭുതങ്ങൾ നടന്നു. ആദ്യം അവരുടെ PA വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 15 മിനിറ്റുണ്ട്. ആ 15 മിനിറ്റിൽ ഇന്ത്യയുടെ സംസ്കാരത്തെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അതിനുള്ളൊരു അവസരം കിട്ടി. 15 മിനിറ്റ് നമുക്കുണ്ട്. ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചോദിച്ചു, ട്രാൻസ്ലേറ്റർ നടുവിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ എല്ലാം തന്നെ മുന്നേ എഴുതി വച്ചിരുന്നു. അത്രയും വലിയ 2 മനുഷ്യർ നമ്മോട് സംസാരിക്കാൻ പോവാണ്, അതും വെറും 15 മിനിറ്റ്. അത് പെട്ടെന്ന് തീർന്നു പോവും. അവർ പറയുന്നത് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് 15 മിനിറ്റ് കൂടുതൽ വേണ്ടിവരും. പിന്നെ ഞാനങ്ങനെ മറുപടി പറയും? എൻ്റെ എഞ്ചിൻ ചൂടാവാൻ തന്നെ 1.5 മണിക്കൂർ വേണം. പിന്നെ ഞാൻ ഹനുമാനെയും അതുപോലെ തന്നെ എൻ്റെ ബാബയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. 2-3 വാക്കുകൾ പറഞ്ഞു, ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചു. ശരിക്കും അത് നല്ലോണം സെറ്റായി. അവിടെ ഉണ്ടായിരുന്ന ട്രാൻസ്ലേറ്ററോട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ ആ പേപ്പർ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞ ശേഷം അവരുടനെ ഇംഗ്ലീഷിൽ അത് പറഞ്ഞു. സെക്യൂരിറ്റീസ് ഗോ ഗോ എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഞാനും ട്രാൻസ്ലേറ്ററും ഒരു 1.5 മണിക്കൂർ പരസ്പരം സംസാരിച്ചു. അവർ നല്ല ചായയൊക്കെ തന്നു. ഞാൻ 2 തവണ കുടിച്ചു. പിന്നെ വെള്ളം തന്നു. ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞു. ജയ് ബജ്രംഗ് ബലി. അവിടെ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന ട്രാൻസ്ലേറ്ററിന് വലിയ സന്തോഷമായി. ഞങ്ങളുടെ സാറിൻ്റെ ഉള്ളിൽ ഇത്രയും രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഒന്ന് സംഭവിച്ചത്. ബജരംഗബലിയെ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയോ? ആ അതെ, ഒമാനിലുള്ള മസ്കറ്റിൽ പോയിരുന്നു. അവിടെ വെച്ചും കണ്ടു, ദുബായിൽ വെച്ചും കണ്ടു. പിന്നെ ദുബായിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കൾച്ചറൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഷെയ്ഖ് നയ്യാൻ. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. ഇന്ത്യയിലാണ് ശരിക്കും പ്രശ്നം. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഞാനൊരു മുസ്ലിം വിരോധിയാണെന്ന് കരുതുന്നു. പക്ഷേ നോക്കുകയാണെങ്കിൽ യഥാർത്ഥ മുസ്ലിംസ് എന്നെ ചുവന്ന പരവതാനി വിരിച്ചാണ് സ്വീകരിച്ചത്. കാരണം ഞാനൊരു നല്ല മനുഷ്യനാണ്. ഇപ്പോൾ താങ്കൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓക്സ്ഫോർഡിൽ പോയി PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് സത്യമാണ്. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കണം, എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒപ്പം ഞാൻ ചെയ്യുന്ന ഈ ജോലിയിൽ എനിക്ക് ഹനുമാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. ഇനി അങ്ങോട്ട് ഭാവിയിൽ ഞാൻ എല്ലാ യുവാക്കളോടും കൂടിയാ പറയുന്നത്, ഏത് വയസ്സിൽ വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. ഏത് സബ്ജക്റ്റിലാണ് PhD ചെയ്യാൻ പോകുന്നത്? അത് പിന്നെ PhD ഞാൻ കാംബ്രിഡ്ജിലോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിലോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രേതങ്ങളെപ്പറ്റി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. ഈ കാര്യം ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാംബ്രിഡ്ജിലും പിന്നെ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും തുടങ്ങിയിട്ടുണ്ട്. ആ സബ്ജക്റ്റാണ് പാരാനോർമൽ. പാരാനോർമൽ എന്നൊരു സബ്ജക്റ്റ് അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാരാനോർമൽ മീൻസ് അദൃശ്യ ശക്തികൾ, പ്രേതങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയുള്ളത്. എൻ്റെ ജോലിയും അത് തന്നെയാ. പ്രേതത്തെ ഓടിക്കുക. ഈ രാജ്യത്തുള്ള ഒരുപാട് പേരെന്നെ വിരൽ ചൂണ്ടി കാണിക്കും. ഒരുപാട് പേര് എന്നിൽ കുറ്റങ്ങൾ ആരോപിക്കും. ഞാൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നെന്ന് പറഞ്ഞ്, അതും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ. അന്ധവിശ്വാസ നിർമ്മാർജ്ജന സമിതിയിലെ ചില ആളുകൾ എന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. ആ ദിവസം ഞാനൊരു തീരുമാനമെടുത്തു, ഇതിനുറപ്പായിട്ടൊരു സർട്ടിഫിക്കറ്റോട് കൂടി വരണമെന്ന്. ആ സത്യത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. ഇപ്പോൾ ഗുരുവിന്റെ ജ്ഞാനത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ കൂടെ സയൻസും ചേർത്ത് PhD പൂർത്തീകരിച്ച് പാരാനോർമലിൽ റിസർച്ച് ചെയ്ത് ആളുകൾക്കുള്ളിലുള്ള തെറ്റിദ്ധാരണകളെ ഇല്ലാതാക്കും. പക്ഷേ സാധാരണ ജനങ്ങളിപ്പോൾ കരുതുന്നത് താങ്കളുടെ വിദേശ യാത്രകൾ കണ്ടുകൊണ്ട്, താങ്കളുടെ കാറുകൾ കണ്ടുകൊണ്ട് താങ്കളിപ്പോൾ ഒരു പണക്കാരുടെ ഗുരുവായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പാവങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയുന്നു. അതായത് പാവങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിതമേ ഇല്ല. കാരണം ഞാനൊരു കാലത്ത് ദരിദ്രനായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നാളെയും അങ്ങനെ തന്നെ ആവും. ജീവനുള്ള അത്രയും കാലം ഞാൻ ഇതുവരെ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ തന്നെ കഴിയൂ. ജനങ്ങൾ എന്നെ കാണാൻ വരാറുണ്ട്. അവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടി വരും. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതം മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പാവപ്പെട്ട വീട്ടിലെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാറുണ്ട്. എന്നെ കാണാൻ വരുന്ന ആരും വിശന്നുകൊണ്ട് തിരിച്ചു പോകാറില്ല. ഇപ്പോഴും ബാഗേശ്വർ ധാമിലുള്ളവർ 18 മണിക്കൂർ ജോലി ചെയ്യും. ഓരോരുത്തരെയും കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ആളുകളുടെ തിരക്ക് കൂടി എല്ലാവരും എനിക്ക് കാണാൻ പറ്റാറില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്നത്രയും പേരെ ഞാൻ കാണാറുണ്ട്. ഇക്കാരണം കൊണ്ട് ഞാൻ പലപ്പോഴും ഭക്ഷണം പോലും മറന്നിട്ടുണ്ട്. പക്ഷെ ജനസേവ മറന്നിട്ടില്ല. ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നുവോ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കുറ്റം പറയുന്നവർ ശ്രീരാമനെ പോലും ഒഴിവാക്കിയിട്ടില്ല. പിന്നെ എന്റെയൊക്കെ കാര്യം പറയാനുണ്ടോ? അതായത്
അഖിലേഷ് യാദവ് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ബാഗേശ്വർ ബാബ കഥ പറയുകയാണെങ്കിൽ ഏകദേശം 50 ലക്ഷം രൂപ ചെലവാകും. അതുകൊണ്ട് സാധാരണക്കാർക്ക് ആ കഥ കേൾക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ഒരു അഭ്യർത്ഥന വെക്കുകയാണ് ഈ ആപ്കി അദാലത്തിലൂടെ. അതായത്, ഞാൻ ദക്ഷിണ വാങ്ങാറുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന അത്രയൊന്നും ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് എപ്പോൾ ഭക്തി വരുന്നോ, എപ്പോൾ എൻ്റെ കഥ കേൾക്കാൻ തോന്നുന്നോ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം എവിടെ പറയുന്നുവോ അവിടെ ഞാൻ പോവാം. ടെന്റ് ഞാൻ തന്നെ കൊണ്ടുപോവാം, സൗണ്ടും ഞാൻ തന്നെ കൊണ്ടുപോവാം. യജമാനനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടാവണം. 1 രൂപ പോലും ദക്ഷിണ വാങ്ങാതെ ഞാൻ അദ്ദേഹത്തിന് കഥ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വരാം. ആദിവാസി കഥകൾ ആദിവാസികളുടെ പ്രദേശത്ത് തന്നെ പോയി അവരെ യജമാനനാക്കി എൻ്റെ ടെന്റ് കൊണ്ട്, എൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ കഥ നടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇതുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ ദക്ഷിണ വാങ്ങാറുണ്ട്. എനിക്ക് 2 ആവശ്യങ്ങളുണ്ട്. അതായത്, അതിലൊന്ന്, ക്യാൻസർ ഹോസ്പിറ്റലിൽ കെട്ടേണ്ട ആവശ്യമുണ്ട്. ഞങ്ങളുടെ പ്രദേശം പിന്നോക്കാവസ്ഥയിലാണ്. അവിടെ ദാരിദ്ര്യമുണ്ട്. ജനങ്ങളെ ഭക്തിയുടെ പേരിൽ മതം മാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു അമ്പലത്തിന് പകരം ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റൽ കെട്ടണമെന്നാണ്. രണ്ടാമത്തേത്, അന്നപൂർണ അന്നദാനം. അതായത്, എന്റെ പിതാവ് ഒരിക്കലും മുഖ്യമന്ത്രി ആയിരുന്നില്ല. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ ദക്ഷിണ ആവശ്യമാണല്ലോ. ചിലർ ഭക്തിയോടെ നൽകുന്നതാണ്. എനിക്കത് തിരസ്കരിക്കാനാവില്ല. പക്ഷേ ഈ രാജ്യത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ, നല്ല മനസ്സിനുടമയായ, ജനങ്ങളെപ്പറ്റി ആശങ്കയുള്ള ഒരാൾ എന്റെ ക്യാൻസർ ഹോസ്പിറ്റലിന്റെയും അന്നപൂർണ അന്നദാനത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായാൽ, ഞാൻ ആപ്കി അദാലത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, എന്റെ കൂടെ ഹനുമാൻജിയുടെ സാന്നിധ്യമുണ്ട്. ഹനുമാനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്, ഞാൻ ജീവനോടുള്ളത്രയും കാലം 1 രൂപ പോലും ആരോടും വാങ്ങില്ല. പകരം അത് മുഴുവൻ അവർക്ക് കൊടുക്കും. എന്റെ ഈ 2 സ്വപ്നങ്ങൾ മാത്രം നിറവേറ്റാൻ പറയൂ. എനിക്കതിനകത്ത് വേറൊരു ഒബ്ജക്ഷനുമില്ല. എന്റെ കഥാപാരായണം, എന്റെ ഭജനകൾ, എന്റെ പ്രവചനങ്ങൾ ഒരിക്കലും പണത്തിനു വേണ്ടി ആയിരുന്നില്ല. ആരെങ്കിലും പണം നൽകിയാൽ അത് നല്ല രീതിയിൽ ചെലവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് എന്ത് തെറ്റാ ഉള്ളേ? ഈ രാജ്യത്ത് നർത്തകർ കോടിക്കണക്കിന് സമ്പാദിക്കുന്നു. രാഷ്ട്രീയക്കാരും ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. മറ്റൊരു ഭാഗത്ത് കൈക്കൂലിയും ഉണ്ട്. ഇവിടെ പാല് പോലെ ശുദ്ധരായവരാരുമില്ല. പക്ഷേ ദക്ഷിണ വാങ്ങി ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തിക്കൊടുത്താൽ, ദക്ഷിണ വാങ്ങി ഇവിടെ അന്നദാനം നടത്തിയ, ദക്ഷിണ വാങ്ങി ഇവിടെ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ കെട്ടിയാൽ, എന്നെ സംബന്ധിച്ച് അതൊക്കെ പുണ്യപ്രവൃത്തികളാണ്. ഈ രാജ്യത്തുള്ള ഓരോരുത്തരും അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവരും ഫോളോ ചെയ്യണം. ദാനവും ദക്ഷിണയും നമ്മൾ നല്ല വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ചെലവാക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയോടുള്ള നമ്മുടെ ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഒരു പെൺകുട്ടി കവിത എഴുതിയിരിക്കുകയാണ്. അതായത്, നീ ഉണ്ടെങ്കിലേ എന്റെ ഹൃദയം ഇടിക്കൂ, നീ ഉണ്ടെങ്കിലേ എന്റെ ഒരു നാൾ പോകൂ. ഒന്ന് ചുമ്മായിരുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ആചാര്യ ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ബാഗേശ്വർ ധാമിന്റെ പ്രമുഖനായ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം ജനങ്ങളെ തെറ്റായ പാതയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളുടെ പാരായണമൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അവരോട് താങ്കൾ പറയുകയാണ്, വീടെങ്ങനെ നടത്തണം, വീടെങ്ങനെ കൊണ്ടുപോകണം, ഇതൊക്കെ തന്നെ. പക്ഷെ താങ്കൾ ഇപ്പോഴും ഒരു ബാച്ചിലറാണ്, വരനായിട്ടില്ല, വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നത്? മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന്. കല്യാണം കഴിക്കാത്തൊരാൾക്ക് ദാമ്പത്യത്തെപ്പറ്റി അറിവില്ല എന്ന അർത്ഥമില്ല. മറ്റുള്ളവരുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്. അവർ കുതിരപ്പുറത്ത് കയറുന്നത് കണ്ടിട്ടുണ്ട്. അവർ കുടുംബജീവിതം നയിക്കുന്നതും കണ്ടിട്ടുണ്ട്, അത് തകരുന്നതും കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന അത്തരം കഥകൾ പറയാറുണ്ട്. എൻ്റെ ജോലി തന്നെ കഥ കേൾക്കലും കഥ പറയലും ആണല്ലോ. അവർ പറയുന്നത് ഞാൻ കേട്ടിരിക്കും. അവരുടെ സുഖദുഃഖങ്ങൾ കേട്ട് ഞാൻ ആശ്വാസവാക്കുകൾ പറയും. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യും, അതുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യും. അവരുടെ അവസ്ഥ ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അനുഭവങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട്. കള്ളു കുടിച്ചിട്ട് ഫിറ്റ് ആകുമെന്ന് പറയാൻ അത് നമ്മൾ കുടിച്ചു നോക്കിയിട്ട് ഫിറ്റ് ആകേണ്ട ആവശ്യമില്ലല്ലോ. ആരെങ്കിലും കുടിച്ച് വീണ് കിടക്കുന്നത് കണ്ട അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അത് ഫിറ്റ് ആയിട്ടാണെന്ന്. ഞാൻ മറ്റൊരു കാര്യം കൂടി കണ്ടിരുന്നു. ഓൺലൈനിൽ ഒരാൾ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അവർക്ക് എന്ത് അടുത്തത് ചെയ്യാമെന്നുള്ള സജഷൻ താങ്കൾ കൊടുക്കുക. അതെ, അത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്നാൽ, അതായത് ഞാൻ ഒരിക്കൽ ഒരു യജമാനന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വളരെ പ്രശസ്തനായ ഒരാളാ. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അവിടെ മേലെ താമസിച്ചു. അദ്ദേഹം രാവിലെ വന്ന് പറഞ്ഞു, പണ്ഡിറ്റ് ജി, അങ്ങേക്ക് ഓക്കെ ആണെങ്കിൽ എന്റെ കൂടെ വരൂ, നമുക്ക് ഒരു
കല്യാണം നല്ല രീതിയിൽ നടത്തിയിട്ട് വരാമെന്ന്. ഞാൻ ചോദിച്ചു ആരുടേതാണെന്ന്. അദ്ദേഹത്തിന്റെ മകന്റേതാണെന്ന് പറഞ്ഞു. കല്യാണം നടത്തി കൊടുക്കാൻ പറഞ്ഞു. താഴേക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച ശേഷം ഞാൻ ചോദിച്ചു, ചെറുക്കനും പെണ്ണും എവിടെയെന്ന്. അവർ പറഞ്ഞു പയ്യൻ ഇവിടെ ഉണ്ട്, പെണ്ണ് വിദേശത്താണ് എന്ന്. കല്യാണം എപ്പോഴാന്ന് ചോദിച്ചു, ഇപ്പോഴാന്ന് പറഞ്ഞു. എങ്ങനെയാന്ന് ചോദിച്ചു, ഓൺലൈനിലൂടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെങ്ങനെയാ ഓൺലൈനിലൂടെ ചെയ്യുക? അത് വീഡിയോ കോളിലൂടെ ചെയ്തു എന്ന് പറഞ്ഞു. നോക്കിയേ എന്താ ഇതൊക്കെ എത്തരത്തിലുള്ള സിസ്റ്റമാണ്. പിന്നെ പറഞ്ഞു രണ്ടിടത്തും ഹോമകുണ്ടങ്ങൾ ഉണ്ടായിരുന്നു, പയ്യൻ ഇവിടെ വലം വെച്ചു, പെണ്ണ് അവിടെ വലം വെച്ചു എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാം, എന്നാ പയ്യനെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തോളൂ എന്ന്. അങ്ങനെയൊക്കെ നടന്നു, എന്താ ചെയ്യാ. പിന്നീട് ഞാൻ അവരോട് പറഞ്ഞു ഇത് നമ്മുടെ പാരമ്പര്യത്തിന് എതിരാണ്, അതുപോലെ സനാതന ധർമ്മത്തിനും എതിരാണ്. ശരി, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഓക്കെ. അവര് പറഞ്ഞത് 6 മാസം കഴിഞ്ഞ് വിസ കിട്ടൂ എന്ന്. അപ്പൊ 6 മാസം വെയിറ്റ് ചെയ്യൂ. 20 വർഷം വെയിറ്റ് ചെയ്തതല്ലേ, 6 മാസം കൂടി വെയിറ്റ് ചെയ്തുകൂടെ? ഇതെന്തൊരു ശാഠ്യമായത്. ഇതാണ് ഞാൻ അവരോട് പറഞ്ഞ എന്റെ അഭിപ്രായം. ഇതിന്റെ പിന്നിലുള്ള സാരാംശം എന്താണെന്നാൽ നമ്മൾ സംസ്കാരത്തെ ഒരിക്കലും മറക്കരുത്. ഈ അതിവേഗം വളരുന്ന ലോകത്ത് അഥവാ AI-യുടെ യുഗത്തിൽ നമ്മുടെ പൈതൃകത്തെ മറക്കരുത്. ഹിന്ദുത്വ പാരമ്പര്യത്തെ മറക്കാൻ പാടില്ല. അതായത് താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വെച്ചുകൊണ്ട് പെൺകുട്ടികൾ പറയുന്നത് താങ്കൾ വളരെ ക്യൂട്ടാണെന്നാണ്. ഒരു പെൺകുട്ടി പറയുന്നു താങ്കളെ യൂട്യൂബിൽ കണ്ട് വളരെയധികം നാണം വന്നെന്ന്. അവരെവിടെയാണെങ്കിലും ധൈര്യമായിട്ട് വന്ന് എന്റെ കയ്യിൽ രാഖി കെട്ടാം. അതായത് ഒരു चोर को खांसी और साधु को दासी फांसी लगवाती है. അതുകൊണ്ട് ഞാൻ ജാഗ്രതയോടെ ഇരിക്കണം, എപ്പോഴും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും, എല്ലാവരോടും ബഹുമാനമുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും. പിന്നെ കാണാൻ കൊള്ളാന്നുള്ളത് അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ. ഒരു പെൺകുട്ടി കവിത എഴുതിയിരിക്കുകയാണ്, അതായത് നീ ഉണ്ടെങ്കിൽ മാത്രമേ ഹൃദയം ഇടിക്കൂ, നീ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം പോകൂന്ന്. ഒന്ന് ചുമ്മായിരുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ സൈഡിലൂടെ നടക്കുന്നതാണ്, എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. എന്റെ വിശ്വാസം ഈശ്വരനിൽ മാത്രമാണ്. ഈശ്വരൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ടും സംരക്ഷിക്കും. എനിക്ക് എല്ലാത്തിലും വ്യക്തത തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹനുമാനോട് പ്രാർത്ഥിക്കാറുള്ളത് ഒന്ന് മാത്രമാണ്, സന്യാസി ബാബയോടും. ഞാൻ കാരണം ഒരിക്കലും ഹിന്ദുക്കൾക്ക് കളങ്കമുണ്ടാവരുത്, അതിന് ഈശ്വരൻ എനിക്ക് നല്ല ബുദ്ധി കാണിക്കണം. പക്ഷെ താങ്കളും പറയുന്നില്ലേ ഈ കണ്ണുകൾ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു എന്ന്? ഞാൻ അദ്ദേഹത്തോടാണ് പറഞ്ഞത്, ഹനുമാൻജിയോടാണ് പറഞ്ഞത്, അല്ലാതെ താങ്കളോടല്ല പറഞ്ഞത്. അല്ല പിന്നെ താങ്കൾ ധാരാളം കവിതകളൊക്കെ വായിക്കുന്നുണ്ട്, അതെല്ലാം ഹനുമാന് വേണ്ടിയാണോ വായിക്കുന്നത്? അതെ, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നു, എന്റെ ഗുരുവിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ അതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് വായിക്കുന്നത്, അതിൽ തെറ്റില്ലല്ലോ. അതായത് ഈ രാജ്യത്ത് 2 വ്യക്തികളെ കണ്ടാൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാവോ? അതായത് നിങ്ങളുടെ കല്യാണം എപ്പോഴാണെന്ന്. ഒന്ന് സൽമാൻ ഖാനും ഒന്ന് താങ്കളും. എന്റെ മറുപടി എന്താണെന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ക്ഷണക്കത്ത് കിട്ടും. ക്ഷണക്കത്താണ് തരിക, ചെയ്തേ തീരൂ. ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത്, ഉറങ്ങുമ്പോഴല്ല. ഹോസ്പിറ്റൽ എന്ന സ്വപ്നമുണ്ട്, ഹിന്ദുരാഷ്ട്രം എന്ന സ്വപ്നമുണ്ട്, ഹിന്ദുക്കളെ ഉണർത്താനുള്ള സ്വപ്നമുണ്ട്, രാജ്യത്തെ യുവാക്കളെ സാത്വികമാക്കണമെന്ന സ്വപ്നമുണ്ട്, ലഹരി നിർമ്മാർജ്ജനം എന്ന സ്വപ്നമുണ്ട്, ഈ രാജ്യത്ത് ആയുധങ്ങൾക്ക് പകരം ആശയങ്ങൾ കൊണ്ട് വിപ്ലവം നടത്തണമെന്നുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. ഈ സ്വപ്നങ്ങളൊക്കെ ഞാൻ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് കാണുന്നു. ആദ്യം ഇതൊക്കെ ഞാൻ ചെയ്യണം. കുടുംബജീവിതത്തിന് പകരം മാതാപിതാക്കളുടെ സഹായത്തോടെ മുന്നോട്ട് പോകും. അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ പോകുന്നതാണ് നല്ലത്. യാതൊരു തെറ്റുമില്ല. നാളെ ഒരുപക്ഷെ സന്യാസം സ്വീകരിച്ച ശേഷം കുടുംബജീവിതത്തിലേക്ക് വന്നാ അത് പാപമാണ്. പക്ഷേ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് മാറിയ അതാണ് മര്യാദ. താങ്കൾ തീർച്ചയായിട്ടും വിവാഹം കഴിക്കണം. കാരണം നരേന്ദ്രമോദിയെ താങ്കളോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതെ, പ്രധാനമന്ത്രി പറഞ്ഞു. വളരെ വിനയമുള്ള മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അത് അപൂർവമായൊരു അവസരമായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനം, അതുപോലെ നേതൃത്വ പാടവം, ഇവ അത്ഭുതകരമാണ്. ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതുപോലെ അദ്ദേഹം എന്റെ മാത്രമല്ല എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, താങ്കളുടെയും പ്രധാനമന്ത്രിയാണ്. ഇങ്ങനൊരു പ്രധാനമന്ത്രി നമുക്കുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, വികസനം, ഇവ രണ്ടും അദ്ദേഹം ബുള്ളറ്റ് ട്രെയിൻ പോലെ വേഗത്തിൽ സാധിക്കുന്നു. ഇപ്പോൾ താങ്കൾ ഒരു അത്ഭുത പ്രവൃത്തി കാണിച്ചിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിയും പ്രസിഡന്റും 2 പേരും ബാഗേശ്വർ ഡാമിലേക്ക് വന്നിരിക്കുകയാണ്. അതിനു മുൻപുള്ള വീഡിയോസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. അത് ഈശ്വരന്റെ കൃപയാണ്, ബാലാജിയുടെ. ഇത് എന്റെ പ്രഭാവമല്ല, ഹനുമാൻജിയുടെ പ്രഭാവമാണ്. ആ ഭൂമിയുടെ പ്രഭാവം, ആ ഗ്രാമത്തിലെ ആ ഭൂമിയുടെ പ്രഭാവം, ബുന്ദേൽഖണ്ഡിന്റെ പ്രഭാവം, ബാഗേശ്വർ ഹനുമാൻജിയുടെ പ്രഭാവം. അതായത് പ്രധാനമന്ത്രിയുടെ ഭാവിയെപ്പറ്റിയുള്ള ഒരു വലിയ വിഷനറി. ആ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാം നല്ലപോലെ നടന്നത്. അതുകൊണ്ട് മാത്രമാണ് എല്ലാം നടന്നത് എന്ന് തന്നെ പറയാം. ഭഗവാൻ ബാലാജിയുടെ കൃപ കൊണ്ട് വെറും 3 ദിവസം കൊണ്ട് ആ ഗ്രാമത്തിൽ, അതായത് 23-ാം തീയതി പ്രധാനമന്ത്രി അവിടെ വന്നു ക്യാൻസർ ഹോസ്പിറ്റലിന്റെ ഭൂമി പൂജയ്ക്ക് വേണ്ടി. ഫെബ്രുവരി 26-ാം തീയതി ബഹുമാന്യായ രാഷ്ട്രപതിയും അങ്ങോട്ടേക്ക് വന്നു പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ വേണ്ടി. ഇത്തരം പുണ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം എല്ലാ കാലത്തും ഉണ്ടാവും. ഇവരെല്ലാവരും ബാലാജിയുടെ പ്രഭാവം കൊണ്ട് അദ്ദേഹത്തെ ദർശിക്കാൻ അവിടെ വന്നതാണ്, അല്ലാതെ ഞാൻ കാരണമല്ല.
എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിനു മുൻപ് താങ്കൾ ആപ്കി അദാലത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മോദി ബാഗേശ്വർ ഡാമിലേക്ക് വരുന്നത് പോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോ ഓടുന്നുണ്ടെന്ന്. അത് റിയലായി മാറിയല്ലോ. ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. അതുപോലെ ദിവസവും എൻ്റെ കല്യാണം നടത്തുന്നവരുമുണ്ട്. അതുപോലെ ദിവസവും പാമ്പുകളെ പോലെ മാറ്റും, അതുപോലെ കുരങ്ങനെ പോലെ മാറ്റും. ഇതൊക്കെ കാണുമ്പോൾ എന്ത് ദേഷ്യം വരുമെന്നറിയോ? ചില സമയത്ത് പെൺകുട്ടികളെ പോലെ മാറ്റാറുണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരും. ബാബയെ പോലീസിൽ പിടിച്ചോണ്ടുപോയി എന്ന് പറയും. ചിലർ പറയും ബാബ അങ്ങനെ ചെയ്തു, ചിലർ പറയും ബാഗേശ്വർ ബാബ വിദേശത്തേക്ക് പോയി, ബാഗേശ്വർ ബാബ കുടുങ്ങിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ എന്തിലാ കുടുങ്ങിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതെല്ലാം തന്നെ എഐയിൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അതെ, AI വെച്ചാണ് ചെയ്യുന്നത്. പ്ലാൻഡ് ആയിട്ടുള്ള ആളുകളാണ്, വേറെ ഒരു പണിയുമില്ല. വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാണ്. ചില വിദേശത്തു നിന്നുള്ള ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് തുടർച്ചയായി ഹിന്ദുത്വ, സനാതന ധർമ്മം ഇതിനെയൊക്കെ ഡാമേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലർ, ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുകയാണ്. അവരവരുടെ ജോലി ചെയ്യട്ടെ. हाथी चले बाजार, कुत्ते भौंके हजार. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്നാൽ ഈ നാട്ടിൽ എല്ലാവർക്കുമുള്ള ചോദ്യമാണ്. അതായത് നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെണ്ണിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ദയവായി പറയൂ സർ, ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അത് കാറോ ബസ്സോ വാങ്ങുകയാണെങ്കിൽ ക്വാളിറ്റി നോക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്. ആ ബന്ധത്തിന് ക്വാളിറ്റി അല്ല പ്രധാനം, സംസ്കാരമാണ് പ്രധാനം. ഞാൻ ക്വാളിറ്റി നോക്കില്ല, സംസ്കാരമാണ് നോക്കുക. എനിക്ക് ഭാര്യ അല്ലെങ്കിൽ വൈഫല്ല വേണ്ടത്, അർദ്ധാംഗിണിയാണ്. അവരെന്നും നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. എൻ്റെ മാതാപിതാക്കൾക്ക് സേവ ചെയ്യണം. എന്നെക്കൊണ്ട് അവർക്ക് സേവ ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവർ ചെയ്യണം. നമ്മുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കണം. എൻ്റെ ഈ സാധന ഭജന മാർഗത്തിന് അവരൊരു തടസ്സമാവരുത്, സഹായമാവണം. മറ്റൊരു കാര്യം, ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്വാളിറ്റി പ്രധാനമല്ല. ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന വിവാഹ മോചനങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗുരു എന്ന നിലയിൽ ഞാൻ പറയും, ഒരു വലിയ കാരണം വിവാഹശേഷമുള്ള വിവാഹമോചനത്തിന് ഈ കാലഘട്ടത്തിലുള്ളവർ സൗന്ദര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ബുദ്ധിസാമർത്ഥ്യത്തിനല്ല. ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, ബാഗേശ്വറിലെ പ്രമുഖനായ വ്യക്തി ഹനുമാന്റെ ഭക്തനാണ്. അദ്ദേഹം ഹനുമാനെ പൂജിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ വിവാഹം നടക്കില്ല. കൃഷ്ണനെ പൂജിച്ചാൽ മാത്രമേ വിവാഹം നേരത്തെ നടക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഞാൻ നവംബർ 7 മുതൽ 16 വരെ ഡൽഹിയിൽ നിന്ന് ബൃന്ദാവനത്തിലേക്ക് പദയാത്ര നടത്താം. അതായത് നമ്മൾ നോക്കിയാൽ ഈ സാധനയിൽ, ഹനുമാൻജിയുടെ സാധനയിൽ ഒരു സ്ഥലത്ത് ഒരു വർണ്ണന കണ്ടു. മഹാപുരുഷരുടെ അടുത്തുനിന്ന് കിട്ടിയതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹനുമാൻജിക്ക് സിദ്ധി കിട്ടുമ്പോൾ ആ ഒരു സമയത്ത് ദക്ഷിണേന്ത്യയിൽ കമ്പത്തിനടുത്തൊരു ക്ഷേത്രമുണ്ട് ഹനുമാൻജിയുടെ. അവിടെ ഹനുമാന്റെ പ്രതിഷ്ഠ ഭാര്യയോടൊപ്പമാണ്, സൂര്യപുത്രി സുവർച്ചലയുടെ കൂടെ. സൂര്യപുത്രി സുവർച്ചലയുടെ കൂടെ ദക്ഷിണേന്ത്യയിലെ ഒരു ക്ഷേത്രത്തിൽ ഹനുമാൻജി ഇരിക്കുന്നു. ആ ഒരു വർണ്ണന കിട്ടി. ഞാൻ 1-2 സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അതില് ഞാൻ ഹനുമാൻജിയെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞു. അതിനകത്തുണ്ടായിരുന്ന വർണ്ണന എന്താണെന്നാൽ, സൂര്യഭഗവാന്റെ അടുത്ത് ഹനുമാൻജി സാധന ചെയ്യുമ്പോൾ ഒരു സിദ്ധി ഉണ്ടായിരുന്നു. അത് വിവാഹം കഴിച്ചവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഹനുമാൻജി പറഞ്ഞു, ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പോൾ സൂര്യഭഗവാൻ പറഞ്ഞു, നിന്റെ ബ്രഹ്മചാര്യം നശിക്കില്ല. സൂര്യഭഗവാൻ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, അവൾ തപസ്വിനിയാണ്. ഈ സിദ്ധി കിട്ടുവാൻ വേണ്ടി മാത്രം വിവാഹം എന്ന ചടങ്ങിലൂടെ നിങ്ങൾ കടന്നു പോവണം. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ചോളൂ. ഈ ഒരു സിദ്ധി കിട്ടുവാൻ വേണ്ടി മാത്രം ഈ വിവാഹ പാണിഗ്രഹണ സംസ്കാരം അനുഷ്ഠിക്കുവാൻ വേണ്ടി പറയും. ആ ക്ഷേത്രത്തിൽ എന്നും ഭഗവാൻ ഭാര്യയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ കാര്യം കോട്ട് ചെയ്തൊന്നല്ല, ഇതിന്റെ അർത്ഥം എന്താണെന്നാൽ, ഹനുമാൻജിയുടെ തപശ്ചര്യയിൽ അങ്ങനെ ഒരു നിയന്ത്രണങ്ങളും ഇല്ല. അതായത് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ളത്. അദ്ദേഹത്തെ മര്യാദ ഏകപത്നി മാത്രമുള്ള ബാലബ്രഹ്മചാരി എന്ന് വിളിക്കുന്നിടമാണത്. താങ്കൾ പറയുന്നത് വെച്ച് ഒരു കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കല്യാണത്തിന്റെ കാർഡുണ്ട്, വേഗം തന്നെ അത് നടക്കും. ആദ്യം എനിക്ക് ആ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന പണികൾ തീർക്കേണ്ടതുണ്ട്. ബാക്കി അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. നിങ്ങൾ വളരെ വ്യത്യസ്തമായി വസ്ത്രം ധരിക്കുന്നു, കളർഫുള്ളായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. നിങ്ങളുടെ ഫാഷൻ ഡിസൈനർ ആരാണ്? ഈ വസ്ത്രധാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല സർ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കഥകൾ, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ ആശയങ്ങൾ, ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ വസ്ത്രം ശ്രദ്ധിക്കുന്നുണ്ട്. വസ്ത്രധാരണം വളരെ പ്രധാനമാണ്. വസ്ത്രധാരണത്തിൽ ജീവിതം തന്നെ മാറും. അതിന് വലിയ പ്രഭാവം തന്നെയുണ്ട്. എനിക്ക് യുവാക്കളോട് പറയാനുള്ള ഒരു കാര്യം, ആഴ്ചയിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും നമ്മുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കണം. അത് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഭാരതത്തിലാണ്. ചില പിള്ളേരെയൊക്കെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നും. അതായത് ഇംഗ്ലണ്ടിന്റെ കൊടി പ്രിന്റ് ചെയ്തിട്ടുള്ള ടീഷർട്ടൊക്കെ ധരിച്ചു വരും. അതുപോലെ വേറെയും പല രാജ്യങ്ങളുടെയും ടീഷർട്ടുകൾ ധരിക്കും. ആരുടെ പൂർവികരാണോ നമ്മുടെ രാജ്യത്തെ കോളനിയാക്കി ഭരിച്ചത്, അവരുടെ കൊടിയുള്ള ടീഷർട്ട് ധരിക്കുന്നു. അതേസമയം ത്രിവർണ്ണ പതാകയുള്ള ടീഷർട്ട് ഇടാൻ മടിയും. നമ്മുടെ പരമ്പരാഗത വസ്ത്രധാരണത്തിൽ പല ഡിസൈനുകളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും അവ മുഴുവനായിട്ട് ധരിക്കും.
പരമ്പരാഗതമായിട്ട് തന്നെ അണിയും. മുണ്ടും കുർത്തയും നമ്മുടെ പാരമ്പര്യ വസ്ത്രമാണ്. അതാണ് ഞാൻ ധരിക്കുന്നത്. പിന്നെ വർണ്ണശബളം എന്ന് പറഞ്ഞു. ഞാൻ വർണ്ണശബളമായ ഒരു മനുഷ്യനല്ല, വർണ്ണശബളമായ വസ്ത്രങ്ങൾ അണിയുന്ന ഒരു മനുഷ്യനാണ്. താങ്കൾക്ക് താങ്കൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ അതെ, നിങ്ങൾ ഡ്രസ് ഡിസൈനർ ആരാണെന്ന് ചോദിച്ചു അല്ലേ? ആരെങ്കിലുമൊക്കെ എനിക്ക് തന്നിട്ട് പോകുന്നതാണ്. ഞാനത് നേരെ അങ്ങ് ഇടും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും തരാവുന്നതാണ്. വസ്ത്രങ്ങൾ മാത്രമല്ല, താങ്കൾ പറയുന്ന വഴക്കുകൾ പോലും വളരെ ഡിഫറൻറ്റ് സ്റ്റൈലിലാണ്. അതായത് ഹത്തിലി പുത്തിലി, നൗത്തക്കായ്, മക്കാൻ ചുക്ക, ഇതൊക്കെ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? ഞാനൊരു ഗ്രാമീണനാണ്. വീട്ടിൽ ഇങ്ങനെയാണ് സംസാരിക്കാറ്. ഞങ്ങളുടെ നാട്ടിൽ ഇംഗ്ലീഷൊന്നും സംസാരിക്കാറില്ല. അമ്മയിടക്കൊക്കെ ദേഷ്യം പിടിച്ച് ചീത്ത വിളിക്കും. അത് ചീത്തയല്ല, അതൊരു അനുഗ്രഹമാണ്. അതുപോലെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളുടെ അത് മാത്രം ചോദിക്കരുത് പ്ലീസ്. ഞാൻ ഇന്ത്യയിൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം ഇപ്പോൾ പറഞ്ഞിട്ട് അഥവാ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് രഹസ്യങ്ങളായിട്ട് തന്നെ തുടരട്ടെ. അതാണ് എല്ലാവർക്കും നല്ലത്. താങ്കൾ ചോദിക്കാൻ പോവുകയാണോ? എന്റെ ചോദ്യം എന്താണെന്നാൽ നിങ്ങളുടെ മുഖത്തിലുള്ള ആ പുഞ്ചിരി, ആ ഗ്ലോയിങ്, അതിന്റെ രഹസ്യം എന്താണ്? സാത്വികമായ ആഹാരം, ശുദ്ധമായ സാത്വികമായ ആഹാരം. അതിനേക്കാളും പ്രധാനപ്പെട്ടത് സ്മൈലിംഗ് ഫേസ്. അതുപോലെ മറ്റൊന്ന് നല്ല ചിന്തകൾ, നോ മൈൻഡ് മെഡിറ്റേഷൻ. അതിനേക്കാളും പ്രധാനം, ഞാൻ എന്തു തന്നെ ചെയ്താലും വളരെ ഡീപ്പായിട്ട് ചെയ്യും. ഉറങ്ങുന്ന കാര്യമാണെങ്കിൽ പോലും അത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങുന്ന നേരത്തിൽ ഞാൻ വളരെ ഡീപ്പായിട്ട് ഉറങ്ങും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം മാത്രമേ കഴിക്കൂ, അതും വളരെ ഡീപ്പായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഹാരം ശുദ്ധമാണെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, അത് നിശ്ചയമായിട്ടും ആ ബ്രഹ്മചര്യത്തിന്റെ സ്വാധീനമാണ്. ആ തേജസ് എപ്പോഴും നമ്മുടെ ദേഹത്ത് നിലനിൽക്കും. അത്തരം പവിത്രമായ കാര്യങ്ങൾക്ക് ശക്തിയുണ്ട്. അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. ഈ അടുത്ത് നിങ്ങളുടെ അമ്മ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. അവര് രണ്ടുപേരും സംസാരിച്ചു. അവരെന്താ സംസാരിച്ചെന്ന് നിങ്ങളോട് പറഞ്ഞോ സാർ? അല്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഞാനൊക്കെ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണല്ലോ. കള്ളവും വഞ്ചനയൊന്നും അറിയാത്തവർ. എൻ്റെ അമ്മയും അങ്ങനെയാണ്. അമ്മ പഠിച്ചിട്ടില്ല, എന്നാലും അമ്മയാണല്ലോ. എങ്ങനെയാണെങ്കിലും അതാർക്കും മാറ്റാൻ പറ്റില്ല. വളരെ വിനയത്തോടെയാണ് ജീവിക്കുന്നത്. ഒരുപാട് സംഘർഷങ്ങളെ നേരിട്ടിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ചിരിക്കാൻ അമ്മയാണ് പഠിപ്പിച്ചത്. ബഹുമാന്യായ രാഷ്ട്രപതി ഫെബ്രുവരി 26-ാം തീയതി ബാലാജിയെ ദർശിച്ച ശേഷം ഹവനം ചെയ്യാൻ വന്നിരുന്നു, ബഹുമാന്യായ നമ്മുടെ രാഷ്ട്രപതി. അപ്പോൾ അവരെന്നോട് എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നതിന്റെ ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അമ്മ തൊട്ടടുത്ത് ഗ്രാമത്തിൽ തന്നെയുണ്ട്. ഈ പ്രോട്ടോകോളും പോലീസുകളും കൊണ്ട് അവർക്ക് പെട്ടെന്ന് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക് അമ്മയെ കാണണമെന്നും എന്തായാലും വരണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് അവരെ കാണാനുള്ള അവസരം കിട്ടിയത്. പ്രധാനമന്ത്രിയും കാണാൻ കഴിഞ്ഞു. വളരെ നന്ദിയുണ്ട്. ആ സമയത്ത് അവിടെ SP ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SP-യോട് പറഞ്ഞു, എൻ്റെ അമ്മയെ നിങ്ങളൊന്ന് അകത്തേക്ക് കടത്തിവിടണമെന്ന്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ അകത്തേക്ക് കടത്തിവിട്ടു. അവിടെ ഗ്രീൻ റൂമിന്റെ അടുത്ത് വെച്ച് അവര് മീറ്റ് ചെയ്തു, ബഹുമാന്യായ രാഷ്ട്രപതി. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയോട് എല്ലാം മുന്നേ തന്നെ പറഞ്ഞു. അമ്മയുടെ ശീലം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും നമസ്കാരം പറഞ്ഞാൽ അപ്പം തലയിൽ കൈവയ്ക്കും. ഞാൻ അവരോട് പല ആവർത്തി പറഞ്ഞ് മനസ്സിലാക്കി, ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗര എന്ന്. അതുകൊണ്ട് ദൂരെ നിന്ന് നമസ്കാരം പറയണമെന്ന് പറഞ്ഞു. അമ്മയൊരു നിഷ്കളങ്കയാണ്. രാഷ്ട്രപതിയെ കണ്ട ഉടനെ തന്നെ അപ്പോ രാഷ്ട്രപതി പറഞ്ഞു, ഇങ്ങനെയൊരു മകനെ പ്രസവിച്ചതിന് നിങ്ങൾ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന്. എത്രയോ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നു, ഇത്രയും പേർക്ക് ധർമ്മപിതാവായിരിക്കുന്നു. നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവളാണ്. നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞു. രണ്ടുപേരും അവിടെ വെച്ച് കെട്ടിപ്പിടിച്ചു. അങ്ങനെ രണ്ടുപേരുടെയും സംസാരത്തിനിടയ്ക്ക് അമ്മ കാര്യം മറന്നുപോയി. അമ്മ പെട്ടെന്ന് തന്നെ കൈയെടുത്ത് തലയിൽ വെച്ച് നിങ്ങൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശീർവദിച്ചു. അപ്പോ ഞാൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരാണ് നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗര. ഇവരെക്കാളും വലിയ പൊസിഷൻ ഇവിടെ വേറെ ഇല്ല. അതുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് അങ്ങ് വിട്ടേക്കെന്ന് ഞാൻ പറഞ്ഞു. അമ്മ ഇങ്ങനെയാ, വെറും പാവ. അതൊരു മനോഹരമായ മുഹൂർത്തമായിരുന്നു. എനിക്കപ്പോൾ എന്താ തോന്നിയതെന്നാൽ, പാവം അമ്മയ്ക്ക് അങ്ങനെ വലിയ ആളുകളോട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ, ആരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല. അതുപോലെ രാഷ്ട്രപതി വളരെ വിനയമുള്ള സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് അവരൊന്നും തെറ്റായിട്ട് എടുത്തില്ല. അവർ ചിരിക്കുക ചെയ്തത്. അവര് സാരിയൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ സാരി കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ആചാര്യ ധീരേന്ദ്ര കൃഷ്ണശാസ്ത്രിയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. മുനീർ സാറിന് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ അയക്കണം. ഹൽദി ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ. മുനീർ സാറിന്റെ കല്യാണം ഒരുപക്ഷെ കഴിഞ്ഞതാണെങ്കിൽ കല്യാണത്തിന് ശേഷം പാകിസ്ഥാനിലുള്ള ലാഹോറിലും നമ്മൾ ത്രിവർണ്ണ പതാക ഉയർത്തും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ഡിറ്റ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ബാഗേശ്വർ ധാമിന്റെ പ്രമുഖനായ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. താങ്കൾ കാർഡ് എടുക്കുന്ന സമയത്ത്, മറ്റുള്ളവരുടെ ഭാവി പറയുന്ന സമയത്ത്
മുൻപിൻ എല്ലാ കാര്യങ്ങളും പറയുന്നു. ജനങ്ങൾ താങ്കളെ ഒരു അത്ഭുതമായും ദൈവത്തിന്റെ അവതാരമായും കാണുന്നു. ഞാൻ ഒരിക്കൽ പോലും ഞാൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും ആരോടും നിങ്ങളെന്നെ പൂജിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ആപ്കി അദാലത്തിൽ വെച്ചൊരു കാര്യം പറയാണ്, നിങ്ങൾക്ക് കേട്ട ആശ്ചര്യം തോന്നിയേക്കാം. എന്റെ അനുയായികൾ, എന്നെ വിശ്വസിക്കുന്നവർ എന്നെ പൂജിക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ ഹനുമാൻജിയെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ എന്നെ ആ സ്ഥാനത്ത് കാണാൻ പറയാനല്ല. രണ്ടാമതൊരു കാര്യം, ഞാൻ ഭാവിയെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഭാവിയെപ്പറ്റി ബ്രഹ്മാവിനല്ലാതെ വേറെ ആർക്കും പറയാൻ സാധിക്കില്ല. ഒരു നല്ല ഭാവി എങ്ങനെ സൃഷ്ടിക്കാമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. എന്റെ ഗുരുവിൽ നിന്ന് എനിക്ക് ഇൻറ്റ്യൂഷൻസ് കിട്ടുന്നു, സിഗ്നൽസ് കിട്ടുന്നു, അത് ഞാൻ പറയുന്നു. അതുപോലെ ഈ ഗ്രഹനില, നക്ഷത്രം, ആസ്ട്രോളജി, ജ്യോതിശാസ്ത്രം, ഗ്രഹനില ഇതൊക്കെ പറയും. ഇന്ന് നാസയുണ്ട്, ഇസ്രോയുണ്ട്, ഇന്നൊരു വികസിച്ച ആസ്ട്രോണമിയും ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മുന്നേ ഗ്രഹനക്ഷത്രങ്ങളെപ്പറ്റി നമ്മുടെ പരമ്പരാഗത ജ്യോതിഷികളാണ് പറഞ്ഞത്. അവർ ഒരു ദിവസം ഗ്രഹണം നടക്കുമെന്ന് പറഞ്ഞ അന്ന് ഗ്രഹണം ഉറപ്പായിട്ടുണ്ടാവും. ഇത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് പറയും, അത്ര നേരം മാത്രമേ നീണ്ടു നിൽക്കൂ. ശാസ്ത്രമൊക്കെ ഈ അടുത്തല്ലേ വന്നത്. എന്റെ ഗുരു എനിക്ക് ഇതൊക്കെയാണ് പഠിപ്പിച്ചു തന്നത്. എന്റെ ഗുരു എന്നോട് പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും ആവശ്യവുമായി എന്റെ അടുത്ത് വരികയാണെങ്കിൽ അവർക്കൊരു നല്ല പാത കാണിക്കണമെന്നാണ്. എനിക്ക് ഉചിതമെന്ന് തോന്നുന്നത് ഞാൻ അവർക്ക് എഴുതി കൊടുക്കും. ഞാൻ ഭാവി പ്രവചിക്കുമെന്നല്ല ചെയ്യുന്നത്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ പടർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ പ്രസംഗിക്കുമ്പോഴും കഥ പറയുമ്പോഴും ജനങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയൂ, എനിക്കറിയാം നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രസാദം ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണെന്ന്. അതെനിക്കറിയാമെന്നും പറയുന്നു. അതുമാത്രമല്ല, ഏത് പെൺകുട്ടിയോടൊപ്പമാണ് താങ്കൾക്ക് അഫെയർ എന്നുള്ള കാര്യം എനിക്കറിയാമെന്നും പറയുന്നു. ഇത് കേൾക്കുന്നവരെന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കൾ ആസിർ മുനിയുടെ കാർഡ് എടുക്കാമല്ലോ എന്ന് പറയുന്നു. ശരിയായിട്ടുള്ള ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്. ആദ്യത്തെ കാര്യം, ഇത് പാരമ്പര്യമായിട്ടുള്ളൊരു കാര്യമാണ്, ദർബാർ വിഷയം. ഇത് നമ്മളുടെ പൂർവികർ കൈമാറ്റം ചെയ്ത ഒന്നാണ്. എന്റെ മുത്തശ്ശനും ഇതാണ് ചെയ്തത്, എന്റെ അച്ഛനും ഇതാണ് ചെയ്തത്. അതായത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവും, പോലീസുകാർ യൂണിഫോം ഇട്ടുകൊണ്ട് പോവും. അതുപോലെ തന്നെ ഞാൻ ദർബാറിൽ ഇരിക്കുമ്പോൾ എന്റെ ഗുരുവിന്റെ സ്ഥാനത്ത് ഞാൻ ഇരുന്നു കൊണ്ട് ആഹ്വാനം ചെയ്യും. എനിക്ക് ചില സിഗ്നൽസ് കിട്ടും. 24 മണിക്കൂറും ആർക്കും ഭാവി പ്രവചിക്കാൻ പറ്റില്ല. വേറൊരു ശക്തിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരുന്നാൽ ഭ്രാന്ത് പിടിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സിഗ്നൽ കേട്ടാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മൾ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് കിട്ടും. അത് വെച്ചാണ് ഞാൻ സംസാരിക്കുക. അഥവാ ദർബാറിലേക്ക് ആരെങ്കിലും വന്ന് ഒരു ചീട്ടെടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ആ പ്രാർത്ഥനയിൽ എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ അവരോട് പറയുക. മടിക്കാതെ പറയും, ഒന്നും തന്നെ മറയ്ക്കാതെ പറയും. ഇപ്പൊ നിങ്ങൾ പറയും, നിങ്ങളുടെ സ്ഥാനത്തിരുന്ന് നിങ്ങൾക്ക് എന്ത് വേണേലും പറയാലോ എന്ന്. അതായത് ഞാൻ ചോദ്യം ചോദിക്കുന്നയാളെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരങ്ങൾ നൽകുക. ആരെങ്കിലും എന്റെ അടുത്ത് സംശയങ്ങളുമായി വന്നാൽ ഞാൻ അവർക്കൊരു വഴി കാണിക്കും. അതായത് പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് സത്യമായി മാറുന്നു. അതുപോലെ സംസാരിക്കുന്നവരെന്താ പറയുന്നത് വെച്ചാൽ, പെഹൽഗാമിൽ ആക്രമണം നടന്നപ്പോ ബാബ എന്തുകൊണ്ട് കാർഡ് എടുത്തില്ലെന്ന് ചോദിക്കുന്നു. ഹിന്ദുക്കളെ അവരുടെ പേര് ചോദിച്ച് മതം ചോദിച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നു. അപ്പോ ബാബ എവിടെ പോയെന്ന് ചോദിക്കുന്നു. പ്ലെയിൻ ക്രാഷ് നടന്നു, ട്രെയിൻ കൂട്ടിയിടിച്ചു, അപ്പോഴൊക്കെ ബാബയുടെ കാർഡ് എവിടെ പോയി? ഇതുപോലെ ഒരുപാട് ഞാൻ വായിക്കാറുണ്ട്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഞാൻ ഈ പ്രോഗ്രാമിലൂടെ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് ചില മറുപടികൾ തരാം. 24 മണിക്കൂറിനിടയ്ക്ക് ദർബാറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. കുറച്ച് സമയം ഞാൻ അവിടെ ഇരിക്കും, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും. ഭഗവാൻ കൃഷ്ണനും അറിയാമായിരുന്നു മഹാഭാരതം നടക്കുമെന്ന്. പക്ഷെ അദ്ദേഹം അത് തടഞ്ഞോ? ഇല്ല. ഞാൻ ഭാഗ്യത്തെ തടയില്ല. ഞാൻ ആ വിധിയുടെ എഴുത്തിനെ തടയില്ല. ഒരുപക്ഷെ ഞാനങ്ങനെ തടയാൻ നോക്കിയാൽ അപ്പൊ ഞാൻ ദൈവമായി മാറും. പിന്നെ ദൈവത്തിന്റെ ആവശ്യം എന്താണ്? ഞാൻ ആ എഴുത്തിനെ തടയില്ല. നിങ്ങൾ ഇന്ന് ആ പ്ലെയിനിൽ കയറരുത്, ആ പ്ലെയിൻ ഇന്ന് ക്രാഷാകും എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞാൽ, ഞാനങ്ങനെ പറഞ്ഞാൽ അവിടെ ആ വിധിയുടെ തീരുമാനം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിഷയം, മഹാഭാരതത്തിൽ അഭിമന്യുവിന്റെ ഒരു കഥയുണ്ട്. ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു അവൻ ചക്രവ്യൂഹത്തിൽ പോയാ തിരിച്ചു വരില്ല എന്ന്. പക്ഷേ ഭഗവാൻ അത് തടഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അതാണ് വിധി. ഭഗവാൻ രാമൻ അറിയാമായിരുന്നു ഞാൻ 14 വർഷം വനവാസത്തിന് പോയാൽ എന്റെ പിതാവ് രാജ്യത്ത് വെച്ച് മരണപ്പെടുമെന്ന്. അതറിഞ്ഞിട്ടും അദ്ദേഹം പോയി. എന്തുകൊണ്ട്? കാരണം വിധിയെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. അതുതന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ്. എനിക്ക് ഗുരുക്കന്മാരുടെ ആശീർവാദം കിട്ടിയിട്ടുണ്ട്. ആ ആശീർവാദം കൊണ്ട് ഞാൻ ആളുകൾക്ക് ഇരുട്ടിൽ വഴി കാണിക്കുന്നു, പ്രകാശം നൽകുന്നു. ആ പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഭാവി പ്രവചിക്കുകയല്ല, നല്ലൊരു ഭാവി സൃഷ്ടിക്കാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഭാവി പ്രവചിക്കുന്നവനല്ല, നല്ല ഭാവി സൃഷ്ടിക്കാനുള്ള സഹായിയാണ്. അതെ, പിന്നെ ഗ്രഹനക്ഷത്രങ്ങളൊക്കെ വെച്ച് നോക്കി ഗുരു പരമ്പര, സന്യാസി പരമ്പര അതൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ഞാൻ അവരോട് തുറന്നു പറയും. ഓരോന്നിന്റെയും നില ഇതാണ്, നമുക്കത് വേറെ രീതിയിൽ മാറ്റാം എന്നൊക്കെ പറയും. വിധിയെ തടയാൻ സാധിക്കില്ല, കാരണം ഞാൻ ദൈവമല്ലല്ലോ. ഭാവിയെക്കുറിച്ച് പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് പാകിസ്ഥാൻ എവിടെയാണ് ആ ന്യൂക്ലിയർ ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുള്ള കാര്യമെങ്കിലും പറയാമല്ലോ. എന്താ ഇപ്പൊ പറയാ? ദൈവത്തോട് ഞാൻ അതെനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. താങ്കൾ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ന്യായം ലഭിച്ചെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
അല്ല, ഇനിയും ബാക്കിയുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഞാൻ നിശബ്ദനാണ്, ശാന്തനാണ്. പക്ഷേ എന്നെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല. ഇത് പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ യുഗത്തിലെ ഭാരതമാണ്, 2025-ലെ ഭാരതം. മുനീറും പാകിസ്ഥാനും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഞങ്ങളെ കയറി ചൊറിഞ്ഞ ഞങ്ങൾ വെറുതെ വിടില്ല. ഇപ്പോൾ 9 സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ, നാളെ 99 സ്ഥലങ്ങൾ കാണാതാവും. വേറൊരു കാര്യം, ഒരു കവി ഒരിക്കൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. പാകിസ്ഥാനുമായി നമ്മൾ ചർച്ചകൾ നടത്തിയാൽ, പാകിസ്ഥാനിലെ ജനങ്ങളെ നമ്മുടെ മുന്നിൽ ഇരുത്തിയാൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായാലും മതി, അവരോട് ഉറപ്പായിട്ടും പറയണം യുദ്ധം തുടങ്ങാമെന്ന്. പക്ഷെ ഇത്തവണത്തെ യുദ്ധം വെടിയുണ്ടകളോ മിസൈലുകളോ കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള യുദ്ധമാവണം. ഇത് ബുദ്ധന് ജന്മം കൊടുത്ത നാടാണ്. രാമനും കൃഷ്ണനും ബുദ്ധനും ജന്മം കൊടുത്ത നാടാണ് നമ്മുടേത്. നമ്മൾ യുദ്ധത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രകോപിപ്പിച്ച ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ ഞങ്ങളെ പ്രകോപിപ്പിച്ചു, മതം ചോദിച്ച ആളുകളെ കൊന്നു, ഞങ്ങളുടെ നാട്ടിൽ കയറി ഞങ്ങളെ അടിച്ചു. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ POK ഞങ്ങൾ ഉറപ്പായും തിരിച്ചെടുക്കും. ഇപ്പൊ നടന്നത് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഇനി മെഹന്തിയൊക്കെ ബാക്കിയുണ്ട്, ഹൽദി ഇനിയും ബാക്കിയുണ്ട്. മുനീർ സാറിന് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും അയക്കണം. ഹൽദി ഇനിയും കഴിഞ്ഞിട്ടില്ല. മുനീർ സാറിന്റെ കല്യാണം ഒരുപക്ഷെ കഴിഞ്ഞതാണെങ്കിൽ കല്യാണത്തിന് ശേഷം പാകിസ്ഥാന്റെ അകത്തുള്ള ലാഹോറിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തും. കാരണം നമ്മുടെ രാജ്യത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് 2 ഹീറോസാണുള്ളത്. വയലിൽ വിതയ്ക്കുന്ന കർഷകനും അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരനും. മാത്രമല്ല, ഐ ആം പ്രൗഡ് ഓഫ് യു. ഇതോർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഞാൻ ഭാരതത്തിന്റെ പുത്രനാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആർമി ശമ്പളത്തിനു വേണ്ടി ചേരുന്നവരുടെ ഒരു കൂട്ടമല്ല, രാജ്യത്തെ സംരക്ഷിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. വീണ്ടും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ശാന്തരായിരിക്കാം. കാരണം ഞങ്ങൾ യഥാർത്ഥ ദേശഭക്തിയോടെ രാജ്യത്തെ നമസ്കരിക്കുന്നു. ഇപ്പൊ നമ്മൾ ശാന്തരാണ് എന്നുവെച്ചാ നമ്മൾ ഭീരുവാണെന്ന് അർത്ഥമില്ല. ചിലർ ഇതിനെ ഒരു കുറ്റമായിട്ട് കരുതുന്നു. ഓപ്പറേഷന്റെ പേര് എന്തുകൊണ്ട് സിന്ദൂർ എന്ന് വെച്ചു എന്ന്. സിന്ദൂർ എന്ന് കുറേ വെച്ചാൽ തീവ്രവാദികൾ മരിച്ചു, അതിനെന്തിന് മഹാദേവൻ എന്നുള്ള പേര് വെച്ചെന്ന്. ഇത് ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട പേരുകളല്ലേന്ന് ചോദിക്കുന്നു. ഈ രാജ്യത്ത് ചില കഴുതകളുണ്ട്. അവരെ ഇത്തരം കാര്യങ്ങളൊക്കെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അത് അവരുടെ ഒരു പ്രശ്നമാണ്. ചില സമയം ബാബ ബാഗേശ്വറിനെ പറ്റി സംസാരിക്കും, ചില സമയം ഗുച്ചി കണ്ണാടിയെ പറ്റി പറയും, ആർമിയെപ്പറ്റി കുറ്റം പറയും, ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറയും, ഓപ്പറേഷൻ മഹാദേവിനെ പറ്റിയും പറയും. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിൽ യാതൊരു തെറ്റും ഇല്ലാന്ന് തന്നെ പറയാം. ഈ രാജ്യത്ത് ഗാഫോർ ഗണേശ് എന്ന് പറയുമായിരുന്നു. ചിലരത് വർഗീയതയാണെന്നൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അത് കാഫോർ കഴുത എന്നായി. അവരിങ്ങനെ വാക്കുകൾ മാറ്റി പറയുന്നത് കൊണ്ട് വളരുന്ന കുട്ടികളും മാറ്റി പഠിക്കേണ്ടി വരുന്നു. ആരാണോ കാഫോർ കഴുതാന്ന് പഠിച്ചത് അവരാണ് ഇങ്ങനെ സംസാരിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടരുതായിരുന്നെന്ന്. ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി, ഇത് ചിലരുടെയൊക്കെ അസൂയയാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ലാഹോറിലേക്ക് ഷിഫ്റ്റ് ആകുകയാണെങ്കിൽ അത്രയും നല്ലത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു സ്ത്രീകളെ, ഹിന്ദു സഹോദരികളെ പല പ്രാവശ്യം ലവ് ട്രയാങ്കിളിൽ കബളിപ്പിച്ച് കല്യാണം കഴിക്കുന്നു. കല്യാണത്തിന് ശേഷം ചെറുക്കൻ മുസ്ലിം ആണെന്ന് അറിയുന്നു. അതെങ്ങനെയാണ് തടയുക? ആദ്യത്തെ കാര്യം, ഞാനിത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പ്രേമം कि मोहब्बत बुरी नहीं है पर माँ बाप से ज्यादा जरूरी नहीं है. രണ്ടാമത്തെ കാര്യം, രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാം. പ്രണയിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഈ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് ആൾമാറാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ചില പെൺകുട്ടികൾക്ക് അതുപോലെയുള്ള ആളുകളെ പെട്ടെന്ന് ഇഷ്ടമാവുന്നു. ഈ അടുത്തായിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അത് വല്ലാതെ കോൺട്രവേഴ്സി ആയി. പക്ഷേ അതൊരു പവിത്രമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ആരുടെ മതത്തിനും എതിരല്ല. ഞാൻ റസ്കാൻ ഗീത വായിക്കാറുണ്ട്. രാജ്യസ്നേഹത്തിന്റെ കാര്യം വരുമ്പോൾ അബ്ദുൽ കലാം സാറിനെയും സല്യൂട്ട് ചെയ്യും. പക്ഷേ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, മൂത്ര ജിഹാദ്, തുപ്പുന്ന ജിഹാദ് ഇതിനൊക്കെ എതിരാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി തുറന്നു പറയും. അതുകൊണ്ട് പെൺകുട്ടികളോട് ഒരു കാര്യം പറയുകയാണ്, എന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെ ഈ ശീലങ്ങളൊന്നും ഒരിക്കലും മാറില്ല. ഞാൻ ഹിന്ദുത്വ, ഹിന്ദുസ്ഥാനു വേണ്ടി ജീവിക്കും. ഞാൻ പെൺകുട്ടികളോട് പറയുകയാണ്, बेटियों तुम लक्ष्मी बन, तुम दुर्गा बन, तुम काली बन, पर हिंदू बेटियों कभी ना बुर्के बाली बन. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു മുസ്ലിം സഹോദരിയോടും യാതൊരു വെറുപ്പുമില്ല. എനിക്ക് ബഹുമാനമാണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾ ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കും. ഇത് വിദ്വേഷത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല.
ഞങ്ങൾ മുസ്ലിംസിനെ ഹിന്ദു ആക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യൻസിനെ ഹിന്ദുവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്രത്തിൽ അതിനൊരു രേഖയുമില്ല. അതായത് വാൾമുന കാണിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഒരിക്കലും മുസ്ലിങ്ങളെ ഹിന്ദുവാക്കി മാറ്റിയിട്ടില്ല. അതെ, പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ മാത്രം എന്തിന് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ഇന്ന് പല കഷ്ണങ്ങളായി നമ്മുടെ വിശ്വാസത്തെ ഉടയ്ക്കുന്നു. കൊൽക്കത്തയിൽ ഒരു ഡോക്ടർ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു. അതുപോലെ നമ്മുടെ മധ്യപ്രദേശിലുള്ള ഗുർഗാംപൂരിൽ റഫീഖ് എന്ന് പേരുള്ള ഒരു പയ്യൻ ഒരു കുട്ടിയുടെ കഴുത്തറുത്തു. അതിന്റെ കാരണം ആ കുട്ടി അവന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും മികച്ച വഴി നിങ്ങളെല്ലാം അറിയണം, എല്ലാം പരിശോധിക്കണം. അത് കഴിഞ്ഞ് അവരുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിക്കണം. ഒരാൾ പൊട്ട് തൊട്ടതുകൊണ്ടോ അല്ലെങ്കിൽ സിന്ദൂരം തൊട്ടതുകൊണ്ടോ അവർ ഹിന്ദു ആണെന്ന് പറയാൻ പറ്റില്ല. അവർ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതും ആവാം. നോക്കൂ ശാസ്ത്രി സാർ, ഇവിടെ ധാരാളം ഹിന്ദു മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അവർ ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കും. അതിലൊരു പ്രശ്നവുമില്ല. അതിൽ പ്രശ്നമൊന്നുമില്ല. കാണിച്ചാലേ പ്രശ്നമുള്ളൂ. അദ്ദേഹം ഇപ്പൊ ചോദിച്ച ചോദ്യം ലവ് ജിഹാദിനെ പറ്റിയാണ്. ലവ് ജിഹാദ് എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഇന്ന് ആസൂത്രിതമായി നടക്കുന്ന ഒരു പദ്ധതിയാണ്. മുസ്ലിങ്ങളോട് എനിക്ക് ഒരു വെറുപ്പുമില്ല, സൗഹൃദമാണുള്ളത്. ലോകം മുഴുവനും ഒരുപാട് മുസ്ലിങ്ങളോട് ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ മുസ്ലിം മതത്തെപ്പറ്റിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുസ്ലിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കൊണ്ട് പേര് മാറ്റാൻ സാധിക്കില്ല, സനാതനത്തിൽ പേര് മാറ്റുന്നത് പ്രധാനമാണോ? അതെ, ഞാൻ ലണ്ടനിൽ വെച്ച് ആരിഫിനെ കണ്ടിരുന്നു. ലണ്ടനിലെ ഒരു പാർലമെന്റ് പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് പേര് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പ്രശ്നം വരും, ഡോക്യുമെന്റ്സിൽ പ്രശ്നം വരും, എനിക്ക് ഹിന്ദു ആകാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ പേര് മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല. എൻജിൻ മാറിയാൽ മാത്രം മതി. ചേഞ്ചസ് പഴയതാണെങ്കിലും നോ പ്രോബ്ലം. അതെ, നമ്മൾ പേരിലല്ല പ്രവൃത്തിയിലാണ് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തത്വചിന്തകരാണ്. ഒരുപാട് തത്വങ്ങളുള്ള വസുദൈവ കുടുംബകത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ മുസ്ലിംസിനും ഒരു വലിയ പങ്ക് തന്നെയുണ്ട്, ക്രിസ്ത്യാനികളുടെ പങ്കുമുണ്ട്. ഇംപ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ താങ്കൾ മുസ്ലിങ്ങൾക്ക് എതിരായ വ്യക്തിയാണെന്നും അവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണെന്നുമാണ് പറയുന്നത്. അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമല്ല. അവർ വേണമെന്ന് വെച്ച് പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നതാണ്. മുസ്ലിങ്ങളിൽ ചിലർ ഇത് ചെയ്യുന്നുണ്ട്. എന്നെ അവരുടെ ശത്രുവായിട്ട് കാണുന്നു. സത്യം പറഞ്ഞ അവരുടെ നല്ലതിനു വേണ്ടി എന്റെ അത്ര ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരുടെ നല്ലതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഞാൻ മുസ്ലിങ്ങളുടെ ക്ഷേമമാണ് ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം എന്ന പേരുണ്ടാവരുത്. ഞാൻ അവരുടെ ക്ഷേമം ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാവരുത്. ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും പേരിൽ തർക്കങ്ങൾ ഉണ്ടാവരുത്. ഈ രാജ്യത്തിന്റെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹവും മര്യാദയും ഉണ്ടാവണം. മുന്നേ കഴിഞ്ഞ പോലെ തന്നെ കഴിയുക. പക്ഷെ മറ്റൊന്ന്, ഞാൻ ടെററിസത്തിന് എതിരാണ്. അതെ, ഞാൻ ലവ് ജിഹാദിന് എതിരാണ്. ലാൻഡ് ജിഹാദിനും ഞാൻ എതിരാണ്. ഞാൻ മൂത്ര ജിഹാദിനും എതിരാണ്. അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, ക്രിസ്ത്യൻ ആണെങ്കിലും ശരി, ആര് തന്നെയാണെങ്കിലും ഞാൻ ഗസുവായി ഹിന്ദിനും എതിരാണ്. താങ്കൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ ചോദ്യം എന്താണെന്നാൽ, ഇപ്പോഴുള്ള യങ് ജനറേഷൻ എപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. അതായത് ഞങ്ങൾ ഏത് ദൈവത്തെയാണ് വലുതായി കരുതേണ്ടതെന്ന്. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. അതായത് ഗണപതിയാണോ ഏറ്റവും മികച്ചവൻ, ശിവനാണോ ഏറ്റവും മികച്ചവൻ, അല്ലെങ്കിൽ ഹനുമാനാണോ വലുത്? സോ ഇങ്ങനെയുള്ള യങ് ജനറേഷന് നിങ്ങൾ എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? സഹോദരി, ഒരു കടയിലേക്ക് ഒരു വ്യക്തി ആഭരണങ്ങൾ വാങ്ങാനായി പോയി. അദ്ദേഹം ഗോൾഡ് റിങ്ങും വാങ്ങി, ഗോൾഡ് ബ്രേസ്ലെറ്റും വാങ്ങി, ഗോൾഡ് കൊണ്ടുള്ള താലിയും അദ്ദേഹം വാങ്ങി, അതുപോലെ ഗോൾഡ് കൊണ്ടുള്ള റിങ്ങും അദ്ദേഹം വാങ്ങി. ആ നാലും ആ കടക്കാരന്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതിൽ വലിയ ഗോൾഡ് ഏതാണ് എന്ന്. അതിലൊന്നും വലുതല്ല, എല്ലാം തുല്യമാണ്. ഒരു മൺപാത്രം, അത് മൺകലമാകാം, മൺചട്ടിയാകാം, അല്ലെങ്കിൽ വെറുമൊരു പാത്രം കൂടെ ആവാം. സ്വർണവും അതുപോലെ സുന്ദരമായ കമ്മലാകും, സുന്ദരമായ ബ്രേസ്ലെറ്റ് ആകും. പക്ഷെ സ്വർണം സ്വർണം തന്നെയാണ്, മണ്ണും അതുപോലെ മണ്ണ് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ കൃഷ്ണനെ പൂജിച്ചാലും ശരി, നിങ്ങൾ രാമനെ പൂജിച്ചാലും ശരി, രാധാറാണിയെ പൂജിച്ചാലും ശരി, നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പൂജിച്ചാലും ശരി, ശിവനെ പൂജിച്ചാലും ശരി, ആൽമരത്തിന്റെ ഏത് ശിഖരത്തിൽ നമ്മൾ കയറിയാലും അവസാനം ആൽമരത്തിൽ തന്നെയാണ് നമ്മൾ എത്തുക. അതുപോലെ ഏത് ദൈവത്തെ നമ്മൾ പൂജിച്ചാലും അത് പരമാത്മാവിലാണ് എത്തുക. പക്ഷേ പറയാറില്ലേ മഹാദേവൻ എന്ന് വെച്ചാൽ ദേവന്മാർക്ക് ദേവനാണെന്ന്? അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹത്തെ എല്ലാവരും വീട്ടിൽ പൂജിക്കുന്നത് കൊണ്ടാണ്. ബാക്കി ദൈവങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവൻ നമ്മൾ പൂജിക്കുന്നുണ്ട്. പരമശിവൻ, മഹാദേവൻ എങ്ങനെയാണെന്ന് ചോദിക്കൂ. നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പത്നി പാർവതി ദേവി, അവരെയും നമ്മൾ പൂജിക്കുന്നു. പാർവതി ദേവിയെ മാത്രമല്ല, അവരുടെ തന്നെ പല രൂപങ്ങളെയും നമ്മൾ പൂജിക്കുന്നുണ്ട്. അവരുടെ മക്കളെയും പൂജിക്കുന്നുണ്ട്. ഗണപതി, സുബ്രഹ്മണ്യൻ. ബാക്കി ദൈവങ്ങളുടെ മക്കളെ നമ്മൾ പൂജിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ മരുമകളെയും നമ്മൾ പൂജിക്കുന്നു, ഋദ്ധിസിദ്ധി. അവരുടെ പേരക്കുട്ടികളെയും നമ്മൾ പൂജിക്കുന്നു, സുബലാഭ്. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ദൈവങ്ങളും ഇദ്ദേഹം മഹാദേവനും.
ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ആചാര്യ ദേവേന്ദ്ര ശാസ്ത്രിയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ഹിന്ദുക്കളുടെ അവസ്ഥ മോശമാണ്. നമ്മളിപ്പോൾ നമ്മുടെ മധ്യപ്രദേശിന്റെ കാര്യം എടുത്ത, അതുപോലെ ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശിലുള്ള ഗ്രാമങ്ങൾ, അവിടെയുള്ള ട്രൈബൽ ആളുകളെയൊക്കെ ഹിന്ദുക്കളായവരെ മതം മാറ്റുകയാണ്. ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു. ഞാൻ ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന് പറയുന്നു. ഞാൻ പേടിപ്പിക്കുകയല്ല, മുന്നറിയിപ്പ് തരികയാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ആചാര്യ ദേവേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ബാഗേശ്വർ ധാമിന്റെ പ്രമുഖനായ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. പലരും താങ്കളെപ്പറ്റി കുറ്റം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഭാരതം രണ്ടായി, ഹിന്ദുക്കൾ കുറയുന്നു, ഹിന്ദുക്കൾ ഭയപ്പെടുന്നു, ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്നു. ആരാണ് ഭയപ്പെടുത്തുന്നത്? ഞാൻ ഭയപ്പെടുത്തുകയാണോ ഉണർത്തുകയാണോ? ഞാൻ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. 6 സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു. ഹിന്ദു പെൺകുട്ടികളെ കൊല്ലുന്നു. നമ്മൾ നിശബ്ദരാണ്. ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നു. രാമചരിതമാനസം കത്തിക്കുന്നു. അത് ഹിന്ദുക്കളുടേതാണ്. ഹിന്ദുക്കളാണ് ഇവിടെ ബാധിക്കപ്പെടുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാമരാജ്യത്ത്, നമ്മുടെ ദേശത്ത് രാമന് വേണ്ടി 500 വർഷം പോരാടേണ്ടി വന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ ഹിന്ദുക്കളെ പേടിപ്പിക്കുന്നു എന്നാണോ? പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ 22% ഉണ്ടായിരുന്നു. ഇപ്പൊ 2% ഉള്ളൂ. മൗറീഷ്യസ്, സൂരിനാം, ഫിജി, ഇന്തോനേഷ്യ, കംബോഡിയ, ഭൂട്ടാൻ, എല്ലാ സ്ഥലത്തും ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു. എല്ലാവരും നിശബ്ദരാണ്. നമ്മുടെ ഭാരതത്തിൽ മേഘാലയ, ത്രിപുര, ആസാം, മണിപ്പൂർ 96 മുതൽ പല പ്രശ്നങ്ങളാണ്. 96 മുതൽ ഹിന്ദുക്കളുടെ സ്ഥിതി വളരെ മോശമാണ്. പിന്നെ ഗ്രാമങ്ങളുടെ അവസ്ഥ നോക്കിയാൽ മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങൾ, അവിടെയുള്ള ട്രൈബൽ ഏരിയകളിലെ ഹിന്ദുക്കളെ മുഴുവനായിട്ടും മതം മാറ്റുന്നു. ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു. എന്നെപ്പറ്റി പറയും ഞാൻ ഹിന്ദുക്കളെയൊക്കെ ഭയപ്പെടുത്തുന്നു എന്ന്. ഞാൻ ഭയപ്പെടുത്തുകയല്ല, മുന്നറിയിപ്പ് തരികയാണ്. ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. പക്ഷെ മതം മാറ്റാനുള്ള അവകാശം ഭരണഘടനയിൽ ഇല്ല. മതം മാറ്റം ഈ രാജ്യത്തെ ഒരു വലിയ സ്കാം ആയിരിക്കുകയാണ്. ചങ്കുണ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളാണ് അതിന്റെ വാർത്ത കൊടുത്തത്, ഞങ്ങളെ കാണിച്ചത്. എന്തായിരുന്നു അത്? അയാൾ ഹിന്ദുക്കളെ സംരക്ഷിച്ചോ? അദ്ദേഹം ഹിന്ദുക്കളെ ഏതവസ്ഥയിലേക്കാണ് തള്ളിവിട്ടത്? ഒരൊറ്റ ബാബ 4000 ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കി മാറ്റി. ഞാൻ ഹിന്ദുക്കളെ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ രാജ്യദ്രോഹിയാവോ? ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നവനാണോ? ഞാൻ ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നവനാണോ? പക്ഷെ എനിക്ക് നേരെ ആരോപണങ്ങൾ വരുന്നു. ഞാനൊരു ധനികനാണെന്ന് എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നു. ഈ സ്വാമിജി പല കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാൻ ആരെയും ബഹുമാനിക്കുന്നില്ലെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ ആരോപണങ്ങളാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്റെ കുടുംബത്തിന് പുറത്തിറങ്ങിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനാണോ ഭയപ്പെടുത്തുന്നത്? എന്റെ വീട് അവർ 3 തവണ ആക്രമിച്ചിട്ടുണ്ട്. എനിക്ക് നേരെ 6 ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. എന്റെ പേരിൽ എത്ര എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട്? ഞാൻ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്നു എന്നാണോ പറയുന്നത്? ഇത്രയൊക്കെ ആയിട്ടും ഞാൻ എന്റെ പുഞ്ചിരി ഉപേക്ഷിച്ചിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ എന്റെ പോരാട്ടം നിർത്തിയിട്ടില്ല. എത്രയൊക്കെ ആരോപണങ്ങൾ എനിക്ക് നേരെ വന്നാലും ഞാൻ എന്റെ ജോലി നിർത്തിയിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നത് ഹിന്ദുയിസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങോട്ടും ഞാൻ അന്നദാനവും വിവാഹവും ഒക്കെ നടത്തുന്നത് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഒരു ദിവസം 18 മണിക്കൂർ പ്രഭാഷണം നടത്തിയിട്ട് കിട്ടുന്ന ദക്ഷിണയിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കെട്ടാൻ വേണ്ടിയുള്ളതാണത്. ഹോസ്പിറ്റലിൽ കെട്ടുന്നത് ഏതൊരു ഹിന്ദുവും ക്രൈസ്തവ ആശുപത്രികളിൽ പോയിട്ട് മതപരിവർത്തനം എന്ന കെണിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഞാൻ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്നതാണോ പറയുന്നത്? ഈ ആരോപണങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? അതായത് ഈ രാജ്യത്ത് ഒരാൾ ഹിന്ദുത്വത്തെപ്പറ്റി സംസാരിക്കുന്നത് കുറ്റമായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഐ ആം എ ഫൈറ്റർ. എന്റെ മരണം വരെ ഞാൻ പോരാടും ഹിന്ദുക്കൾക്ക് വേണ്ടി. ഞാൻ ഈ രാജ്യത്ത് ഒരു പോരാളിയായി നിലകൊള്ളുകയാണ്. ഹിന്ദുക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്റെ മരണം വരെ ഞാൻ പോരാടും. രാത്രികൾ എത്രമാത്രം ഇരുട്ട് നിറഞ്ഞതായാലും അത് പ്രശ്നമല്ല. ഞങ്ങളുടെ ഡാമിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നടന്നാൽ മതി, തൽക്ഷണം ഞങ്ങളെ ആളുകൾ ചീത്ത വിളിക്കാൻ തുടങ്ങും. ഞങ്ങളുടേത് 8 കിലോമീറ്റർ നീളമുള്ള ഡാമാണ്. ഒരു മതിൽ ഇടിഞ്ഞാൽ മതി, അത് ബാഗേശ്വർ ഡാമിന്റേതാണെന്ന് അങ്ങ് പറഞ്ഞു പരത്തും. ഏത് ഡാമിൽ പ്രശ്നം നടന്നാലും അതിന്റെ കുറ്റം എനിക്കായിരിക്കും. എന്റെ ഡാമിന്റെ മുന്നിൽ തോക്കേന്തിയ 2 പേര് നിൽക്കുന്നുണ്ട്. ഞാൻ ആരുടെ മുന്നിൽ വെച്ചു ഇതുവരെ കരഞ്ഞിട്ടില്ല. എന്റെ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്റെ അനിയനും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എത്രയോ പേര് വരുന്നു, ഭീഷണികൾ വരുന്നു. എന്നിട്ടും ഞാൻ ഇതുവരെയും ആരെയും നോക്കി കരഞ്ഞിട്ടില്ല. കാരണം ഞാനൊരു ഭീരുവല്ല എന്ന് അവർ മനസ്സിലാക്കണം. ഞാനൊരു പേടിത്തൊണ്ടനാണെന്ന് ആരും കരുതരുത്. ഇനി ബലി നൽകാനാണെങ്കിൽ അതും ഞാൻ ചെയ്യും. അത്രയധികം ആരോപണങ്ങളാണ് എനിക്ക് നേരെ. ഞാൻ വിദേശത്ത് പോയാൽ അവിടെയും എനിക്കെതിരെ മെയിലുകൾ അയക്കുകയാണ്. എനിക്കെതിരെ അയക്കുന്നു. ഞാൻ അവിടെ പോയിട്ട് സ്വയം തെളിയിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ദേ നോക്കൂ, ഞാൻ എപ്പോഴും ഹിന്ദുക്കളുടെ ഭാഗത്താണ്, പക്ഷെ ഒരിക്കലും മുസ്ലിംസിനെതിരല്ല. ഞാൻ അവിടെ പോയി എല്ലാവർക്കും മുന്നിലും ഒരു നല്ലവനാണെന്ന് തെളിയിക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. സീതാദേവി ജീവിതത്തിൽ ഒരു തവണയെ അഗ്നിപരീക്ഷ നേരിട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് രാജ്യത്ത് ദിവസവും പരീക്ഷണങ്ങളാണ്, ദിവസവും കഷ്ടപ്പാടുകളാണ്. ഇതൊക്കെ ഒരു കുറ്റമാണെങ്കിൽ ഞാനൊരു പോരാളിയാണ്. ഒരു പട്ടാളക്കാരനെ പോലെ ഞാൻ അവസാന ശ്വാസം വരെ പോരാടും. ഹിന്ദുത്വയ്ക്കും ഹിന്ദുസ്ഥാനും വേണ്ടി ഞാൻ പോരാടും.
ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ ഒരിക്കലും മാറില്ല, ഒരിക്കലും തല കുനിക്കില്ല, തിരിഞ്ഞു നോക്കുകയുമില്ല. കാരണം ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, എനിക്ക് രാജ്യത്തെ ഹിന്ദുക്കളെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെയും വിശ്വാസമുണ്ട്. അതുകൊണ്ട് എന്നെ അന്വേഷിച്ചു വരുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, आ बैठ मेरे पास, मैं तुझे जीना सिखाता हूँ. कुछ क्षण तो मेरे साथ गुजार, मैं तुझे दुख दर्द पीना सिखाता हूँ. क्योंकि मैं बातों से नहीं, रातों से लड़ा, मैं सह सह करके साधु बना. आ बैठ मेरे पास, मैं तुझे जीना सिखाता हूँ. कुछ पल गुजरा. അത് പിന്നെ കുറ്റങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും ആരോപിക്കാലോ. ഹിന്ദുത്വത്തെ പറ്റി സംസാരിച്ച എന്നെ ഒരു കുറ്റവാളിയാക്കുകയാണ്. അത് ഞാനങ്ങ് സഹിച്ചു. താങ്കൾ ബീഹാറിലേക്ക് പോയപ്പോഴാണ് ഈ കുറ്റം ആരോപിക്കപ്പെട്ടത്. ആ സമയത്ത് ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നതായതുകൊണ്ട് താങ്കൾ ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി BJPക്ക് സപ്പോർട്ടിന് വേണ്ടിയല്ലേ അവിടെ പോയത്? ഞാൻ ഈ അടുത്താണ് ഉഗാണ്ടയിൽ പോയിട്ട് വന്നത്. വായി തോന്നിയതൊക്കെ വിളിച്ചങ്ങ് പറയുകയാണ്. ഈ രാജ്യത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 മണിക്കൂറുള്ള ഒരു സിനിമയെ വെറും 3 സെക്കൻഡ് റീലിൽ ഒതുക്കി കളയും. അതൊരു വലിയ പ്രശ്നം തന്നെ. ഉഗാണ്ടയിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പുകളൊന്നുമില്ല. ഞാനിപ്പോ മഹാരാഷ്ട്രയിലും പോകുന്നുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. താങ്കൾ അവിടെ പോയ സമയത്ത് തേജസ്വി യാദവ് പറഞ്ഞിരുന്നു ഇതുപോലത്തെ ബാബാക്കളെ അകത്തേക്ക് വിടില്ലെന്ന്. എന്റെ സ്വന്തം രാജ്യത്ത് തന്നെ വിടില്ലെങ്കിൽ പിന്നെ ഞാൻ പാകിസ്ഥാനിലാണോ പോയേണ്ടത്? താങ്കൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കുംഭമേളയിൽ പോയി കുളിക്കണം, എന്നാലേ നമുക്ക് മുക്തി കിട്ടുള്ളൂ. നമ്മുടെ സനാതന പാരമ്പര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, കുംഭമേളയിൽ കുളിച്ചാൽ മുക്തി കിട്ടുമെന്ന്. പക്ഷേ നടന്ന സംഭവങ്ങളിലൊക്കെ എനിക്ക് അതിയായ ദുഃഖം തന്നെയുണ്ട്. ഖാർഗെ എന്താ പറഞ്ഞത്? കുംഭമേളയിൽ പോയി കുളിക്കുന്നതുകൊണ്ട് പാവങ്ങൾക്ക് ഒരു മാറ്റവും വരില്ലെന്ന്. അത് ഈ പള്ളിയിൽ പോയി നിസ്കരിച്ചാലും പാപങ്ങളിൽ മാറ്റം വരില്ല എന്ന് പറയുന്നത് പോലെയാണ്. ചർച്ചിൽ പോയിട്ട് മെഴുകുതിരി കത്തിക്കുന്നത് കൊണ്ടും പാപങ്ങൾ ഇല്ലാതാവില്ല. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടോ കൊടി കെട്ടുന്നത് കൊണ്ടോ ബാനർ കെട്ടുന്നത് കൊണ്ടോ പാപങ്ങൾ തീരില്ല. അതുപോലെ എല്ലാ പാർട്ടികളിലെയും രാഷ്ട്രീയക്കാർ 5 ലക്ഷം രൂപ വീതം ചെലവ് ചെയ്താലും ഈ രാജ്യത്തെ ദാരിദ്ര്യം നീങ്ങില്ല. താങ്കൾ ബീഹാറിൽ പോയപ്പോൾ രാബറിദേവി പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റി കാണിക്കുമെന്ന്. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ഭീരുക്കളായി തുടർന്നാൽ അത് സാധ്യമാവില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് മനോധൈര്യം വെച്ചാൽ അത് ഉറപ്പായും നടക്കും. ഞാൻ അവസാന ശ്വാസം വരെ പോരാടും. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാം. നമ്മുടെ രാജ്യത്ത് കേസരി ടെററിസത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ടെററിസ്റ്റുകളെല്ലാം കേസരിയുടെ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെന്ന്. ഞാനും കേട്ടിരുന്നു. കേസരി എന്നാൽ ടെററിസം അല്ല എന്ന് തീരുമാനമായതാണ്. ഇപ്പോൾ അത് സുപ്രീം കോടതിയിലും വ്യക്തമായി തന്നെ പറയുകയുണ്ടായി, അങ്ങനെയൊന്നും ഇല്ല എന്ന്. കേസരി ടെററിസം അല്ല. ഒരു യഥാർത്ഥ ഹിന്ദുത്വ ആശയങ്ങൾ വായിക്കും, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കും. ഹിന്ദുത്വയെ മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ ഒരാൾ ഒരിക്കലും ഹിംസ പ്രവർത്തിക്കുകയില്ല. നമ്മൾ അഹിംസാവാദികളാണ്. നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ പലതവണ അടിമകളാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലതും സഹിച്ചു. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബാബർ, അക്ബർ, ഇവർക്ക് ശേഷം ബ്രിട്ടീഷുകാർ. നമ്മൾ ശാന്തരായിരുന്നു. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഞാൻ എന്തു തന്നെയായാലും എല്ലാം ഡയറക്റ്റായിട്ട് പറയും, എല്ലാം തുറന്നു പറയും. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, സൂചി കുത്തിയാൽ ചിലപ്പോൾ വേദനിക്കും, പക്ഷെ അത് വ്യത്യസ്തങ്ങളായവയെ ഒന്നിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ ഐ ആം നോട്ട് സോറി. ഞാനൊരു പണ്ഡിതനാണ്, ഞാൻ ജാട്ടാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ശർമ്മയാണ്, ഞാൻ ദളിതാണ്, ഞാൻ OBC ആണ്, ഞാൻ SC ആണ്, ഞാൻ STയുമാണ്. സത്യം എന്താണെന്നാൽ ഇതൊന്നും ഒന്നുമല്ല. അമ്പലത്തിലെ മണി പോലെയാണ്. രാഷ്ട്രീയക്കാർ വന്ന് തട്ടിയിട്ട് പോവും. അതായത് നമ്മുടെ രാജ്യത്തുള്ള ചിലർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സനാതനം എന്ന് പറയുന്നത് ഡെങ്കു, മലേറിയ പോലെയുള്ള ആപത്തുള്ള കാര്യമാണ്, അതിനെ വേരോടെ പിഴുതെറിയണമെന്ന് പറയുന്നു. ഞാൻ ഒരു രാഷ്ട്രീയക്കാരന്റെ കമന്റിനും മറുപടി പറയാറില്ല. എല്ലാ നേതാക്കളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, എല്ലാ പാർട്ടികളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളൂ, പക്ഷെ മതത്തെ രാഷ്ട്രീയത്തിൽ വലിച്ചഴിക്കരുത്. രാഷ്ട്രീയം തീർച്ചയായും ഉണ്ടാവണം, പക്ഷേ മതത്തിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവരുത്. രാഷ്ട്രീയത്തിൽ ഒരു പരിധിവരെ മതം ഉണ്ടാവാം. ഞാൻ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണിത്. താങ്കൾ രാഷ്ട്രീയത്തിനുള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു? ഇതിനേക്കാളും മികച്ചൊരു ജീവിതം എനിക്കിനി ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തെപ്പറ്റിയൊന്നും ചിന്തിക്കില്ല. ഞാനിപ്പോൾ ഉള്ള അവസ്ഥയിൽ സന്തോഷവാനാണ്. ദൈവം എന്നെ എന്തിനാണോ അയച്ചത്, മരണം വരെ ഞാൻ അത് തന്നെ ചെയ്തോളാം. അതിലാണ് എനിക്ക് തൃപ്തിയും കിട്ടുക. അതായത് എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്ര വിശദമായി ധൈര്യത്തോടെ എല്ലാവരോടും ഉത്തരം പറയുന്നു, നിങ്ങളുടെ റിയാക്ഷൻ കാണിക്കുന്നു, ഇതുവരെ നിങ്ങൾക്ക് പേടിയുണ്ടായിട്ടില്ലേ?
ആരുടെ തന്തയെ ഞാൻ പേടിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിക്കൂ. എന്തുകൊണ്ടാ? ആരും പലതവണ മരിക്കുന്നില്ല, ജീവിതവും അങ്ങനെ തന്നെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കൂ. നമ്മുടെ രാജ്യം എന്നെങ്കിലും നശിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മുടെ രാജ്യം നശിക്കുമ്പോൾ നീ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ ധൈര്യമായിട്ട് പറയും, ഞാൻ പോരാടുകയായിരുന്നു, ബാക്കിയുള്ള പലരും ഭീരുക്കളായി പോയി എന്ന്. അവസാനമായി ഒന്നുകൂടെ ചോദിക്കൂ, എന്തുകൊണ്ടാണ്? എനിക്ക് നിങ്ങളെപ്പോലെയുള്ള യുവാക്കളിൽ വിശ്വാസമുണ്ട്. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ എനിക്ക് വിശ്വാസമുണ്ട്. ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവസാനമായി എനിക്ക് ഹനുമാനിൽ വിശ്വാസമുണ്ട്. താങ്കൾ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങൾക്കും വളരെ കൃത്യതയോടെയും തെളിവോടും ഉത്തരം നൽകി. താങ്കളുടെ വാക്കുകൾ പലരെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള അത്ഭുതകരമായ കഴിവുകൾ പ്രശംസിക്കണം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ അശ്വിനി ഉപാധ്യായയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ആചാര്യ ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയോടാണ്. പുരാണ പാരായണം ചെയ്യുന്ന വ്യക്തികളിൽ അദ്ദേഹം പ്രശസ്തനാണ്. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഉപദേശം വളരെ കൃത്യതയോടെ കേൾക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒപ്പം അദ്ദേഹം ആപ്കി അദാലത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യതയോടെ ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ജഡ്ജിയായ അശ്വിനി ഉപാധ്യായയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. രജത് സർ, നിങ്ങൾ തുടർച്ചയായി ദേവേന്ദ്ര ശാസ്ത്രിയോട് വളരെ കഠിനമായ സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ നന്ദി. ആ സമയം ധീരേന്ദ്ര ശാസ്ത്രിയുടെ പട്ടിക ഞാൻ എഴുതുമ്പോൾ ശാസ്ത്രി സർ വിശദമായി ഫാക്റ്റോടുകൂടി ഉത്തരം പറഞ്ഞു. ദുര്യോധനന്റെ അമ്മ വീട് ഇപ്പത് അഫ്ഗാനിസ്ഥാനായി, ഭരതന്റെ വീട് പാകിസ്ഥാനായി. അവിടെ നിന്നാണ് കൈകേയി മാതാവ് വന്നത്. അതായത് ശാസ്ത്രി സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ കുറഞ്ഞു. 6000 താലൂക്കുകളിൽ നിന്ന് 1500 താലൂക്കുകൾ കുറഞ്ഞു. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. അതിർത്തികളിലുള്ള 300 താലൂക്കുകളിൽ ജനസംഖ്യ കുറഞ്ഞു. അതിനുള്ള കാരണം മതമാറ്റവും പിന്നെ ലവ് ജിഹാദുമാണ്. അതായത് നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായി ഉത്തരം നൽകി. അതുകൊണ്ട് എല്ലാ കുറ്റങ്ങളിൽ നിന്നും നിങ്ങളെ ഈ കോടതി മോചിതനാക്കുന്നു. വളരെ നന്ദി. ഈ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ, അതായത് ആചാര്യ ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രി ഇതുപോലെ തന്നെ സമൂഹ സേവനങ്ങൾ ഇതുപോലെ തന്നെ തുടരണം, ജനങ്ങൾക്കൊരു മാർഗദർശിയായി ഇരിക്കണം, ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ് നൽകണം, ഈ പ്രവർത്തികൾ ചെയ്യാനുള്ള ശക്തി നൽകണം. ഈ പ്രാർത്ഥനയോടൊപ്പം ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ വീണ്ടും വന്ന് കാണുന്നതായിരിക്കും പുതിയൊരു അതിഥിയോടൊപ്പം. അതുവരെ നന്ദി, നമസ്കാരം.